യേശു ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഒത്തിരി പേര്, പ്രത്യേകിച്ച് പരീശന്മാരെ സൂചിപ്പിക്കുമ്പോൾ മതം തലയ്ക്ക് പിടിച്ചവർ, റൂൾസ് തലയ്ക്ക് പിടിച്ചവർ, അവർ പുസ്തകം മാത്രം പഠിക്കും, ജനവുമായി ബന്ധമില്ല, പുസ്തകം തലയ്ക്കകത്ത് വെച്ചിട്ട് അക്ഷരം പ്രതി അക്ഷരം വച്ച് ശീലിക്കുന്നവർ. അക്ഷരം കൊല്ലുന്നു എന്നാണ് വചനം പറയുന്നത്. അക്ഷരം മനസ്സിൽ വെച്ച് അവർ ലിറ്ററലി ന്യായപ്രമാണം എടുത്ത് മനസ്സിൽ വെച്ച് ഇങ്ങനെ ഇരിക്കുന്ന ആളുകളാണ്. തങ്ങൾക്കെല്ലാം അറിയാം. തങ്ങൾ യേശുവിൻ്റെ അടുക്കൽ എന്ന് പറയും, ഞങ്ങൾ അബ്രഹാമിൻ്റെ സന്തതികളാണ്, ദൈവത്തിൻ്റെ മക്കളാണ്, ഞങ്ങൾക്ക് തോറ ന്യായപ്രമാണം മുഴുവൻ അറിയാം, ഞങ്ങൾ പിതാവിനെ അംഗീകരിക്കുന്നുണ്ട്, പക്ഷെ നിന്നെ ഞാൻ അംഗീകരിക്കുന്നില്ല. യേശുവെ അങ്ങ് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല, അങ്ങ് ഞങ്ങൾ സ്വീകരിക്കത്തില്ല, പകരം പിതാവായ ദൈവത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നു, ന്യായപ്രമാണത്തെയും അംഗീകരിക്കുന്നു. ഇന്നത്തെ ഒരു തലമുറ, അന്ന് അങ്ങനെ ആയിരുന്നെങ്കിൽ ഇന്ന് അതേ പരീക്ഷ വൃന്ദം അല്ലെങ്കിൽ മതം ആചാരങ്ങൾ തലയ്ക്ക് പിടിച്ചവർ ഇന്ന് പറയും, ഞങ്ങൾ യേശുവിനെ അംഗീകരിക്കും, പക്ഷെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികളെ അംഗീകരിക്കത്തില്ല. ഞങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികളൊന്നും അംഗീകരിക്കത്തില്ല. ഞങ്ങൾക്ക് ചിട്ട വേണം, സഭയിൽ ഡെക്കോറം ഉണ്ട്, അതനുസരിച്ച് ഫോളോ ചെയ്യാൻ പറ്റത്തുള്ളൂ, തിരിക്കാൻ പാടില്ല, കളിക്കാൻ പാടില്ല, തിരിയാൻ പാടില്ല, ഇങ്ങനെ ഇരിക്കണം. ഞങ്ങൾ യേശുവിനെ ആരാധിക്കും, പക്ഷെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികൾ എന്ന് പറഞ്ഞ് കാണുന്നതൊന്നും ഞങ്ങൾ അംഗീകരിക്കത്തില്ല. അന്നും ഇന്നും കാര്യമൊക്കെ ചെയ്യുമ്പോൾ അവർ ദൈവത്തിൻ്റെ ശക്തിയുടെ പ്രദർശനത്തെ എപ്പോഴും തടയും. മതം എപ്പോഴും അങ്ങനെയാണ്. ഹല്ലേലൂയ. എന്നാൽ നാം ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മോട് എന്ത് സംസാരിക്കുന്നുവോ അതിനനുസരിച്ച് മൂവ് ചെയ്യുന്നതായിരിക്കണം. നിങ്ങളോട് ആദ്യമേ പറയട്ടെ, യേശു ക്രിസ്തു എന്ന് പറയുമ്പോൾ ജീസസ് ക്രൈസ്റ്റ്, ദ ക്രൈസ്റ്റ് മീൻസ്, ക്രിസ്തു എന്ന് വെച്ചാൽ അഭിഷിക്തൻ എന്നർത്ഥം, ദ അനോയിന്റഡ് വൺ. ജീസസ് ക്രൈസ്റ്റ് എന്ന് പറയുന്നത് യേശുവിൻ്റെ എന്താ പറയുക, സർനെയിമോ ലാസ്റ്റ് നെയിമോ ഒന്നും അല്ല, അഭിഷിക്തൻ എന്നർത്ഥം. അപ്പോസ്തല പ്രവൃത്തിയിൽ 10-ാം അധ്യായം അതിൻ്റെ 38-ാം വാക്യത്തിൽ പറയുന്നു, മനുഷ്യനായ നസറയനായ യേശുവിനെ, അവൻ ദൈവമായിരിക്കെ അവൻ ഈ ഭൂമിയിൽ ദൈവത്വം മുഴുവൻ മാറ്റിവെച്ചിട്ട് നമ്മെപ്പോലെ ഒരുവനായി ഭൂമിയിലേക്ക് വന്നപ്പോൾ അവൻ പൂർണ്ണ മനുഷ്യനുമായിരുന്നു. ആ മനുഷ്യനായ യേശുവിനെ ദൈവം എന്ത് ചെയ്തു? പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തു. അവിടെ ഇരുന്നാണ് God anointed the Jesus of Nazareth with Holy Spirit and power. നസറയനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തു. വിത്തൗട്ട് ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിന്റെ സഹായമില്ലാതെ യേശു സാധാരണ ഒരു മനുഷ്യനാണ്. അവൻ സാധാരണ മനുഷ്യനായിട്ടാണ് ഈ ഭൂമിയിലായിരുന്നേ. പക്ഷേ ദൈവം അവനെ അഭിഷേകം ചെയ്തുകൊണ്ട് അവൻ വെറുതെ ഇരുന്നില്ല, അവൻ നന്മ ചെയ്തുകൊണ്ട് നടന്നു. എന്ത് ചെയ്തു? രോഗികളെ അവൻ സൗഖ്യമാക്കി, പിശാചു ബാധിച്ചവരെ അവൻ വിടുവിച്ചു. ഹല്ലേലൂയ. അഭിഷേകം വരുന്നത് ഒരു പർപ്പസോടു കൂടിയാണ്. അഭിഷേകം വെറുതെ വരികയല്ല, അതൊരു ഫീലിംഗ് അല്ല. അഭിഷേകം നമ്മുടെ മേലായിരിക്കുന്നത് ഒരു വ്യക്തമായ പർപ്പസോടു കൂടിയാണ്. അതിന് വ്യക്തമായ ഒരു ഉദ്ദേശമുണ്ട്. ദൈവം നമ്മെ അഭിഷേകം ചെയ്തിരിക്കുന്നത് ചില കാര്യങ്ങൾക്കായിട്ടാണ്. അതിൻ്റെ പ്രധാനമായിട്ടൊന്നാണ് രോഗികളെ സൗഖ്യമാക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത് രോഗസൗഖ്യം, അതിനെക്കുറിച്ച് ബൈബിൾ എന്താണ് പറയുന്നത്? സൗഖ്യത്തെക്കുറിച്ച് ബൈബിൾ, തിരുവചനം നമ്മെ എന്ത് പഠിപ്പിക്കുന്നു എന്നാണ് നമ്മൾ ഇന്ന് ചിന്തിക്കാനായിട്ട് പോകുന്നത്. നമ്മുടെ ബേസ് എന്ന് പറയുന്നത്, നമ്മുടെ എപ്പോഴും ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനമായിരിക്കണം. ദൈവത്തിൻ്റെ വചനവുമായി നിരക്കാത്ത ഏത് കാര്യം ആര് പറഞ്ഞാലും നിങ്ങൾ അംഗീകരിക്കരുത്. പക്ഷെ നിങ്ങളോട് ഇന്ന് ഞാൻ വിനയത്തോടൊരു കാര്യം പറയാം. നിങ്ങളുടെ ഒരു ടീച്ചിങ് അത് 100 വർഷം പഴക്കമുള്ളതായിക്കോട്ടെ, 1000 പേര് പ്രസംഗിച്ച് കേട്ടതായിക്കോട്ടെ, നിങ്ങളുടെ മനസ്സിലത് ഉറപ്പിച്ചിരിക്കുന്ന കാര്യമായിക്കോട്ടെ, പക്ഷേ അത് ദൈവവചനത്തിന് വിരുദ്ധമാണെങ്കിൽ പരിശുദ്ധാത്മാവിനോട് സംസാരിക്കുമ്പോൾ അതിനെ മാറ്റുവാൻ, ഹൃദയത്തിൽ നിന്ന് മാറ്റിക്കളയാൻ, അഴിച്ചിട്ട് പുതിയതിനെ എഴുതുവാൻ നിങ്ങൾ തയ്യാറാവണം. അതിന് ഹ്യൂമിലിറ്റി ആവശ്യമാണ്, താഴ്മ ആവശ്യമാണ്. സദൃശവാക്യം 22 പറയുന്നുണ്ട്, താഴ്മയ്ക്കും യഹോവ ഭക്തിക്കുമുള്ള പ്രതിഫലം ധനവും മാനവും ജീവനുമാകും. എങ്ങനെയാണ് ഈ താഴ്മ നമുക്ക് ബുദ്ധിമുട്ടായി മാറുന്നതെന്നറിയാവോ? ഒത്തിരി വർഷമായിട്ടുള്ള പാരമ്പര്യമായി ഞാൻ പഠിച്ചു വെച്ച ടീച്ചിങ് ആണ്. അത് ബൈബിൾ ഉണ്ടോ എന്ന് പോലും എനിക്കറിയത്തില്ല. ഞാൻ ഒത്തിരി പ്രാവശ്യമായി കേട്ട് തലയിൽ കയറിയതാണ്, ഞാനും പറഞ്ഞു ശീലിച്ചതാണ്. പക്ഷെ അത് മാറ്റാൻ എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ ഇരിക്കുന്നവർക്ക് വലിയ ബുദ്ധിമുട്ടാണ്. ഇതിനെ മാറ്റുവാൻ പരിശുദ്ധാത്മാവിൻ്റെ സഹായം നമുക്ക് ആവശ്യമാണ്. നമ്മുടെ ഒരു കീഴ്പ്പെടൽ ആവശ്യമാണ്. ഇന്ന് നിങ്ങളോട് ഞാൻ അത് മാത്രമാണ് റിക്വസ്റ്റ് ചെയ്യുന്നത്. പരിശുദ്ധാത്മാവിനോട് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ അകത്ത് എന്തെങ്കിലും തെറ്റായിട്ടുള്ള പഠിപ്പിക്കലുകൾ, ചിന്തകളുണ്ടെങ്കിൽ അതിനെ മാറ്റുവാൻ നിങ്ങളെ തന്നെ നിങ്ങൾ വിനയപ്പെടുത്തുക. ഹല്ലേലൂയ. അതിനെ ഇന്ന് പരിശുദ്ധാത്മാവ് റീറൈറ്റ് ചെയ്യട്ടെ. മർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു. യേശു പറയുകയാണ്, നിങ്ങൾ
ഉപദേശിക്കുന്ന സമ്പ്രദായത്താൽ ദൈവകൽപ്പനയെ ദുർബലമാക്കുന്നു. യു നള്ളിഫൈ ദ അതോറിറ്റി ഓഫ് വേർഡ് ഓഫ് ഗാഡ് ബിക്കോസ് ഓഫ് യുവർ ട്രഡീഷൻസ്. അതാണ് കറക്റ്റ് വാക്ക്. ആചാരങ്ങൾ, ട്രഡീഷൻസ്, നമ്മൾ ശീലിച്ചു പോകുന്ന ചില കാര്യങ്ങൾ, അത് കാരണം, ആ സമ്പ്രദായങ്ങൾ കാരണം നിങ്ങൾ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അതോറിറ്റിയെ, അധികാരത്തെ, ശക്തിയെ നള്ളിഫൈ ചെയ്യുന്നു, ഇല്ലാതാക്കുന്നു, ദുർബലമാക്കുന്നു. പലരും അങ്ങനെയാണ്. ദൈവത്തിൻ്റെ വചനത്തെക്കാൾ മുകളിൽ നമ്മുടെ ട്രഡീഷൻസിനെ വയ്ക്കും. ട്രഡീഷൻസ്, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, സ്ഥിരമായി നമ്മൾ ശീലിച്ചു വരുന്ന ചില കാര്യങ്ങൾ, അത് ദൈവവചനവുമായി പൊരുത്തപ്പെടുന്നത് പോലും നമ്മൾ ചിന്തിക്കാതെ നമ്മൾ ശീലിച്ചു വരുന്നതാണ്. അത് കാരണം നമ്മൾ എന്ത് ചെയ്യുന്നു? ദൈവകൽപ്പനയെ, ദൈവത്തിൻ്റെ വചനത്തെ ദുർബലമാക്കുന്നു. അങ്ങനെയുള്ള ഒത്തിരി പഠിപ്പിക്കലുകളുണ്ട്. അത് വചനവുമായിട്ട് ഒത്തു നോക്കുക പോലും ചെയ്യാതെ നമ്മൾ വിശ്വസിക്കുകയും ചെയ്യും. ഒത്തിരി പേരിൽ നിന്ന് കേട്ടത് കൊണ്ടോ ഒത്തിരി നാളുകളായി കേൾക്കുന്നതുകൊണ്ടോ നമ്മുടെ ഹൃദയത്തിൽ അങ്ങനെ ഇരിക്കും. എപ്പോഴും ഇങ്ങനെയാണ് ഈ റിലീജിയസ് സ്പിരിറ്റ്സ് എന്ന് പറയുന്നത്. അതായത് ഈ മതത്തിൻ്റെ ആളുകൾ എന്ന് ഞാൻ പറയുമ്പോൾ ഒരു കൂട്ടരെ മാത്രം പറയുകയല്ല, നമ്മളെല്ലാവരും അതിൻ്റെ ഭാഗമാണ്. എവിടെയൊക്കെയോ നമ്മുടെ അകത്ത് മതം കയറിയിട്ടുണ്ട്. ആ മതം എന്ന് പറയുമ്പോൾ ചില പഠിപ്പിക്കലുകളാണ്. ദൈവവചനത്തെക്കാൾ മേലെ നമ്മൾ ചില ആശയങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കി, യേശു അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്ത് നടക്കുമ്പോൾ ആ അത്ഭുതങ്ങളും അടയാളങ്ങളുമല്ല ചിലരുടെ കോൺസെൻട്രേഷൻ. അവരുടെ കോൺസെൻട്രേഷൻ, പരിശ്രമം നോക്കുന്ന എന്താണ്? യേശുവിന് ശിഷ്യന്മാർ അവർ കൈ കഴുകാതെ ഭക്ഷണം കഴിക്കുന്നോ? അവരെന്താ ചെയ്യുന്നത്? യേശു ശബത്തിലാണോ സൗഖ്യമാക്കുന്നത്, അതല്ലാതെയാണോ? ഇതൊക്കെയാണ് അവരുടെ തോട്ട്. ആ യേശുവിനോട് നടക്കുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും അവരുടെ വിഷയമല്ല. അവർ യേശുവിനോട് പറയും, ശിഷ്യന്മാർ കൈ കഴുകാതെയാണ് ആഹാരം കഴിക്കുന്നത്. ഇതൊക്കെയാണ് അവർക്ക് വലുത്. നമ്മൾ ഇന്ന് ചിന്തിക്കാറില്ലേ, പള്ളിയിൽ വരുമ്പോൾ ഉള്ള ഡ്രസ് കോഡ്, അതാണ് ചിലർക്ക് മുഖ്യം. എങ്ങനെ ഡ്രസ്സ് ചെയ്യുന്നു, എങ്ങനെ പള്ളിയിൽ പോകുന്നു, എങ്ങനെ അവിടെ ഇരിക്കുന്നു, ഇതൊക്കെയാണ് ചിലർക്ക് മുഖ്യം. അവിടെ നടക്കുന്ന ദൈവപ്രവൃത്തിയെ അവർ എപ്പോഴും അവഗണിക്കും. പരിശുദ്ധാത്മാൻ മൂവിനെ അവഗണിക്കും. അവർക്ക് പ്രാധാന്യം അവർ ചിന്തിച്ചു വരുന്ന ചില കാര്യങ്ങളാണ്. പാസ്റ്റർ എങ്ങനെയാണ് സംസാരിക്കുന്നത്, അവിടെ ഇരിക്കുന്ന ആളുകൾ എങ്ങനെയാണ് ഇരിക്കുന്നത്, അവിടെ തിരുവത്താഴം കൊടുക്കുന്നത് എങ്ങനെയാണ്, ഇതൊക്കെയാണ് അവരുടെ മൈൻഡ് സെറ്റ്. പരിശുദ്ധാത്മാവ് അവിടെ ചെയ്യുന്ന വലിയ കാര്യങ്ങൾ അവർ മിസ് ചെയ്യും. ഇതെപ്പോഴും അങ്ങനെയാണ്. അവർ ചെറിയ കാര്യങ്ങൾ പിടിച്ചു. എനിക്ക് ഒത്തിരി അനുഭവങ്ങളുണ്ട്. യൂട്യൂബിൽ ഒത്തിരി മെസ്സേജുകൾ കൊടുക്കാറുണ്ട്. പക്ഷേ അതിനകത്തുള്ള 99 നല്ലതുണ്ടെങ്കിലും അതിനകത്ത് എവിടെയെങ്കിലും ഒരു മിസ്റ്റേക്ക്, നമ്മൾ മാനുഷികമായി സംസാരിക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ബലഹീനത കൊണ്ട് വരുന്ന വാക്കുകളാവാം, തോട്ട്സ് ആവാം, അതിനെ എടുത്ത് അതിനെ മാത്രം പോയിന്റ് ഔട്ട് ചെയ്ത് ചോദിക്കുന്ന ഒത്തിരി പേരുണ്ട്. പേഴ്സണലി മെസ്സേജുകൾ ചോദിക്കും, ചിലർ ഇറിറ്റേറ്റ് ചെയ്ത് ചോദിക്കും. അവരോട് നമ്മൾ തർക്കിച്ചിട്ട് കാര്യമില്ല. കാരണം അവർ പ്രീ മൈൻഡ് സെറ്റോടു കൂടി സംസാരിക്കുകയാണ്. അവർ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം എപ്പോഴും അവരുടെ ലൈഫിൽ ആ ഫ്ലോയെ തടയുന്നവരാണ്. നമ്മളങ്ങനെ ആകരുത്. ഹല്ലേലൂയ. അവർ അവരുടെ ട്രഡീഷന് വേണ്ടി എന്ത് ഫൈറ്റ് ചെയ്യും. ഉദാഹരണം, തലയിൽ തുണിയിട്ടിട്ടുണ്ടോ നോക്കും, അതിനു വേണ്ടി അവർ ഫൈറ്റ് ചെയ്യും. അവർ വേറെ ഒന്നിനു വേണ്ടി ഫൈറ്റ് ചെയ്തില്ല, അതിനു വേണ്ടി ഫൈറ്റ് ചെയ്യും. അവരുടെ ആചാരങ്ങളാണ് അവർ പ്രധാനം. ദൈവമൊക്കെ രണ്ടാമതാണ്, പരിശുദ്ധാത്മാവ് സെക്കൻഡറിയാണ്. അവർക്ക് ഈ ചില കാര്യങ്ങൾ നോട്ട് ചെയ്യും. അവർ അതിനെയാണ്, ആ ആചാരത്തിന് വേണ്ടി അവർ ജീവൻ കൊടുക്കും. വേണമെങ്കിൽ അവരുടെ ലൈഫ് മുഴുവൻ കൊടുക്കും. അവരുടെ പഠനം മുഴുവൻ അതിലേക്ക് മാറ്റിവെക്കും. അതിനുവേണ്ടി ജനത്തെ ഫൈറ്റ് ചെയ്യാനായിട്ട് ഇറങ്ങും. അന്നും ഇന്നും ഈ റിലീജിയസ് സ്പിരിറ്റ് ഉണ്ട്. അന്നും അവർ ശബത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്യുമായിരുന്നു. യേശു ശബത്തിൽ ഒരു സഹോദരിയെ സൗഖ്യമാക്കി. 18 വർഷമായിട്ട് പിശാച് ബാധിച്ച് കൂനിയായ സ്ത്രീയെ യേശു സൗഖ്യമാക്കിയപ്പോൾ അവർ പറഞ്ഞു, ആ സഹോദരിയുടെ സൗഖ്യമല്ല അവളുടെ വിഷയം, അവളുടെ സന്തോഷമല്ല അവളുടെ വിഷയം, അവളുടെ വിടുതലിൽ സന്തോഷിക്കുകയല്ല ചെയ്യുക. പകരം മാറി നിന്നിട്ട്, യേശുവേ നിനക്ക് സൗഖ്യമാക്കാൻ വേറെ എത്ര ദിവസമുണ്ട്, ഇന്നെന്താ സൗഖ്യമാക്കിയത്, എന്തിനാ ശബത്തിൽ സൗഖ്യമാക്കിയത്? യേശുവിൻ്റെ മറുപടി, കപട ഭക്തിക്കാരെ, യു ഹിപ്പോക്രൈറ്റ്സ്. ഇന്നും അത് തന്നെയാണ് ദൈവം വിളിക്കുക, കപട ഭക്തിക്കാരെ. നീ ആ അടുത്തുള്ള സഹോദരൻ സൗഖ്യമുണ്ടായപ്പോൾ അവരുടെ സൗഖ്യത്തിൽ പങ്കുചേർന്ന് അവനോടുകൂടെ സന്തോഷിക്കുന്നതിന് പകരം, ദൈവം ചെയ്ത പ്രവൃത്തിയിൽ ആനന്ദിക്കുന്നതിന് പകരം നീ എന്ത് ചെയ്യുന്നു? അതിനെ ക്രിട്ടിസൈസ് ചെയ്യും. യു ഹിപ്പോക്രൈറ്റ് എന്നാണ് യേശു വിളിച്ചേ, കപട ഭക്തിക്കാരാ. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നിന്റെ വീട്ടിൽ ആടോ കഴുതയോ ഉണ്ടെങ്കിൽ അവൻ അഴിച്ചു കൊണ്ടുപോയി നീ ശബത്തിൽ വെള്ളം കുടിപ്പിക്കും. ഒന്ന് കിണറ്റിൽ വീണത് എടുക്കും. എന്നാൽ 18 വർഷമായി സാത്താൻ ബന്ധിച്ചിരുന്ന അബ്രഹാമിൻ്റെ ഈ മകളെ ഞാൻ വിടുവിക്കേണ്ടതല്ലയോ? യേശുവിൻ്റെ ചോദ്യമാണ്. പലപ്പോഴും നമ്മളിങ്ങനെയാണ്, ചില കാര്യങ്ങളിൽ ഭയങ്കര കടുംപിടുത്തം പിടിക്കും. അങ്ങനെ നമ്മൾ ട്രഡീഷൻസിന് വലിയ പ്രാധാന്യം കൊടുക്കും. ഞാൻ പറഞ്ഞു വരുന്നത്, ഹമ്പിളാകുക. നമ്മൾ ദൈവം പറയുന്ന കാര്യങ്ങളെ സ്വീകരിക്കുക, ഹമ്പിളാകുക. ആ ഹമ്പിളാകുന്നതിനകത്ത് ദൈവരാജ്യം എന്ന് പറയുന്നത് ഹമ്പിളായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഹല്ലേലൂയ. നമ്മുടെ ഈഗോ കളയുക,
അറിയാമെന്നുള്ള ഭാവങ്ങൾ കളയുക. ദൈവം സംസാരിക്കുമ്പോൾ ചില അറിയാമെന്നുള്ളതിനെ പോലും ഞാൻ പോലും എൻ്റെ പഴയ ഒരു 5 വർഷം മുമ്പോ 8 വർഷം മുമ്പോ ഉള്ള മെസ്സേജൊക്കെ എടുത്ത് നോക്കി എനിക്ക് ചിരി വരും. എത്രയോ ബ്ലണ്ടറാണ് പറഞ്ഞിരിക്കുന്നത്, എത്രയോ ബ്ലണ്ടർ. ഞാൻ പരസ്യമായ സഹോദരങ്ങൾ പറഞ്ഞുകൊണ്ട്, സഹോദരങ്ങളെ അത് തെറ്റായിരുന്നു. ഇന്നും കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. കാര്യം എന്താ? വി ആർ ലേണിംഗ്. 1ാം ക്ലാസ്സിൽ പഠിച്ചതല്ല ഇന്ന് പഠിക്കുന്നത്, 5ാം ക്ലാസ്സിൽ പഠിക്കുന്നത് അല്ലേ? 5ാം ക്ലാസ്സിൽ പഠിച്ചതല്ല 10ാം ക്ലാസ്സിൽ പഠിക്കുന്നത്. കാര്യം എന്നാ? 1ാം ക്ലാസ്സിൽ അത് പഠിക്കാൻ കാരണം എനിക്ക് അതേ ഗ്രാസ്പ് ചെയ്യാനുള്ള കഴിവുണ്ടായിരുന്നുള്ളൂ. ദൈവം അതുകൊണ്ട് എനിക്ക് പാല് തന്നു. കുറേശ്ശെ കട്ടിയായ ആഹാരം തരാൻ തുടങ്ങി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നും പാല് കുടിക്കുമെന്ന് പറഞ്ഞാൽ അത് മണ്ടത്തരമാണ്. ഹല്ലേലൂയ. നമ്മൾ ക്രിസ്തുവിൽ വളരുന്നവരായിരിക്കണം. സോ നമ്മൾ അൺലേൺ ചെയ്യാൻ വേണ്ടി പഠിക്കണം. പഠിച്ചതിനെ മാറ്റാനായിട്ടും നമ്മൾ തയ്യാറാവണം. ഹല്ലേലൂയ. ബൈബിളിൽ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? കാരണം എനിക്ക് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട്. ഞാൻ പ്രസംഗിക്കുമ്പോഴും എൻ്റെ ശുശ്രൂഷയിലൊക്കെ ആദ്യ കാലഘട്ടം മുതലേ സൗഖ്യമാക്കുക എന്ന് പറയുന്ന ഒരു മേഖലയിൽ എനിക്ക് ആ ഒരു വെളിച്ചം തന്നുകൊണ്ട് ഒത്തിരി ഹീലിങ്സ് ഞാൻ കണ്ടുണ്ട്. എൻ്റെ ഹൃദയം രോഗിയായിരുന്ന വ്യക്തികളുടെ മുമ്പ് അത് വരുമ്പോൾ എൻ്റെ അകത്തുനിന്നൊരു കമ്പാഷൻ വരും. അവരെ സൗഖ്യമായി കാണുന്നത് എനിക്ക് ഭയങ്കര ആഗ്രഹം. ഒത്തിരി പേർ സൗഖ്യമായി കാണുമ്പോൾ അവരുടെ മുഖത്തുള്ള ചിരി കാണുമ്പോൾ എനിക്ക് ഭയങ്കരമായ സന്തോഷം ഉണ്ടാവാറുണ്ട്. ഞാൻ കർത്താവിനോട് പറയും, കർത്താവ് എനിക്ക് മറ്റെന്തിനേക്കാൾ എനിക്കിതാ വേണ്ടത്. അപ്പോഴൊക്കെ ഒത്തിരി പേരോടൊന്ന് പറഞ്ഞിട്ടുണ്ട്, വേറെ നിങ്ങൾ ഒത്തിരി ഹീലിംഗിൽ ഫോക്കസ് ചെയ്യുന്നു, നിങ്ങൾ സാൽവേഷനിൽ ഫോക്കസ് ചെയ്യണം, രക്ഷ അതിലേക്ക് ഫോക്കസ് ചെയ്യണം. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ബൈബിൾ എവിടെയെങ്കിലും ഹീലിംഗിൽ ഫോക്കസ് ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ടോ? എന്നാൽ പകരം ഹീലിംഗിൽ ഫോക്കസ് ചെയ്യണമെന്നുള്ള സ്ക്രിപ്ചർ ഒത്തിരി കാണാൻ പറ്റും. നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ചും നമ്മുടെ സൗഖ്യത്തെക്കുറിച്ചും ഫോക്കസ് ചെയ്യുന്ന, അതിലേക്ക് മാത്രം ശ്രദ്ധ തിരിപ്പിക്കുന്ന ഒത്തിരി വചനം കാണാൻ പറ്റും. ഹല്ലേലൂയ. ഞാൻ ട്രഡീഷണലി ആൾ പറഞ്ഞു വരുന്ന വിശ്വസിക്കണോ, യേശു പറയുന്നതിനെ വിശ്വസിക്കണോ? ദാറ്റ് ഈസ് എ ക്വസ്റ്റ്യൻ. ഹല്ലേലൂയ. യേശുവിൻ്റെ ശുശ്രൂഷയുടെ 95% രോഗികളെ സൗഖ്യമാക്കുന്നതായിരുന്നു. ബൈബിളിൽ യേശുവിൻ്റെ ശുശ്രൂഷ തന്നെ രോഗികളെ സൗഖ്യമാക്കുന്നതായിരുന്നു. അവൻ പ്രസംഗിക്കും, സൗഖ്യമാക്കും, പ്രസംഗിക്കും, സൗഖ്യമാക്കും. ഒത്തിരി പേര് വന്ന് പറഞ്ഞു, നിങ്ങൾ ഒത്തിരി അങ്ങ് ഈ ഹീലിങ്ങിന് കോൺസെൻട്രേറ്റ് ചെയ്യണം. പൗലോസ് പറയുന്നുണ്ട്, ഞാൻ ക്രിസ്തുവിൻ്റെ അനുകാരിയായിരിക്കുന്ന പോലെ നിങ്ങൾ എൻ്റെ അനുകരിപ്പിൻ. നമ്മുടെ ലീഡേഴ്സ് ക്രിസ്തുവിനെ അനുകരിക്കുമ്പോൾ നമ്മൾ അവരനുകരിക്കുകയാണ്. അവർ ക്രിസ്തുവിനെ അനുകരിക്കുന്നില്ല. ക്രിസ്തു പറഞ്ഞതല്ല പറയുന്നതെങ്കിൽ നമുക്ക് അനുകരിക്കേണ്ട ബാധ്യതയുമില്ല. അത് ഞാനായാലും വേറെ ആരായാലും. ഹല്ലേലൂയ. നമുക്ക് യേശുവാണ് മാതൃക. അപ്പം യേശു എന്താണ് ഡിസ്പ്ലേ ചെയ്തത്, അതാണ് നാം ചെയ്യേണ്ടത്. യേശു പറഞ്ഞു, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. യേശു എന്നാ ചെയ്തത് അതാ നമ്മൾ ചെയ്യേണ്ടത്. ഹല്ലേലൂയ. യേശുവിൻ്റെ അടുക്കൽ വന്ന ഒരാളോട് പോലും, രോഗിയായ ഒരു വ്യക്തിയോട് പോലും യേശു പറഞ്ഞില്ല, ഇത് നിങ്ങളുടെ സൗഖ്യമാകേണ്ട സമയമായിട്ടില്ല. ഉണ്ടോ? ഇന്ന് പോപ്പുലർ ടീച്ചിങ് ആണ്, ഇറ്റ് ഈസ് നോട്ട് യുവർ ടൈം, നിങ്ങൾക്ക് സമയമായിട്ടില്ല. നിങ്ങൾ കേട്ടോന്നറിയില്ല, ഒത്തിരി പേർ പറഞ്ഞു കേട്ടോണ്ട്, നിങ്ങളുടെ സൗഖ്യത്തിൻ്റെ സമയമായിട്ടില്ല. യേശു ഒരിക്കലും അത് പറഞ്ഞിട്ടില്ല. ആരൊക്കെ ഏത് സകലവിധ രോഗത്താൽ വന്നവരെയും യേശു സൗഖ്യമാക്കി. ഒരിക്കൽ പോലും പറഞ്ഞില്ല ഇത് പിതാവിൻ്റെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞില്ല. പറഞ്ഞോ? ചിലരുണ്ട് പ്രാർത്ഥിച്ചിട്ട് സൗഖ്യമായില്ലെങ്കിൽ പറയും ഇറ്റ്സ് നോട്ട് ദ വിൽ ഓഫ് ഗോഡ്. ദൈവത്തെ തലയിലേക്ക് വയ്ക്കും, ദൈവത്തിൻ്റെ ഇഷ്ടമല്ല. സൗഖ്യമായോ ഇല്ലയോ, ഇറ്റ്സ് ദ വിൽ ഓഫ് ഗോഡ് ടു ഹീൽ യു. അവൻ്റെ ഇഷ്ടമാണ് നിങ്ങൾ സൗഖ്യമാകുക എന്നുള്ളത്. അവൻ്റെ പേര് യാഹ്വേ റാഫ എന്നാണ്. ദൈവത്തിൻ്റെ ഒരു ആട്രിബ്യൂട്ടാണ്, ഒരു സ്വഭാവ സവിശേഷതയാണ് സൗഖ്യമാക്കുക എന്നുള്ളത്. ദൈവം തൻ്റെ പേരോട് ചേർത്ത് വയ്ക്കുന്ന ഒരു നാമമാണ് യാഹ്വേ റാഫ. അതിനർത്ഥം അവൻ മാറ്റമില്ലാത്തവനാകെ തന്നെ അവൻ്റെ സ്വഭാവത്തിന് മാറ്റമില്ല. അവൻ ഐ ആം ഹു ഐ ആം ആണ്, ഐ ആം ഹു ഐ വാസ് അല്ല. ഞാൻ ഒരിക്കലായിരുന്നു ഇപ്പോൾ അല്ല എന്നല്ല. അവൻ എന്നേക്കും മാറ്റമില്ലാത്ത ദൈവമാണ്. അവൻ ഇന്നും സൗഖ്യമാക്കുന്ന ദൈവമാണ്. അവന് മാറ്റമില്ല. ഇന്നും യാഹ്വേ റാഫ. ചിലരൊക്കെ പറയും ഇന്ന് മെഡിക്കൽ സയൻസൊക്കെ ഒത്തിരി അഡ്വാൻസ്ഡ് ആയതുകൊണ്ട് ദൈവം ഇന്ന് സൗഖ്യമാക്കത്തില്ല. ഇറ്റ്സ് എ ബ്ലണ്ടർ. ഇറ്റ്സ് എ ബ്ലണ്ടർ. മെഡിക്കൽ സയൻസ് സൗഖ്യമാക്കാൻ പറ്റാത്ത എത്രയോ രോഗങ്ങളെ യേശു സൗഖ്യമായിക്കൊണ്ടിരിക്കുന്നു. മെഡിക്കൽ സയൻസിൽ പോലും ലാസ്റ്റ് മൊമെൻ്റിൽ അവർ പറയും, നിങ്ങൾ ഇനി ദൈവത്തെ വിളിക്കുക, ദൈവത്തെ വിളിക്കുക. എന്തുകൊണ്ട് ആദ്യം ദൈവത്തെ വിളിച്ചുകൂടാ? അതാണ് എൻ്റെ ചോദ്യം. മെഡിക്കൽ സയൻസിനും അവർ കഴിയില്ലെന്ന് പറയുന്ന സമയം ഒത്തിരി ഉണ്ട്. ദൈവം ഇന്നും എന്നും മാറ്റമില്ലാത്തവനാണ്. എബ്രാഹിം ലേഖനം പറയുകയാണ്, യേശു ക്രിസ്തു ഇന്നലെയും എന്നും എന്നേക്കും അനന്യനാണ്. ഇനി മറ്റൊരു കാര്യമാണ്, ചിലർ പറയാറുണ്ട് എനിക്ക് ഈ രോഗം ദൈവം തന്നതാ,
എന്നെ പഠിപ്പിക്കാനായിട്ട്, ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടി ദൈവം തന്നതാ. ഞാൻ നിങ്ങളോട് പറയട്ടെ, വളരെ സ്നേഹത്തോട് പറയട്ടെ, നിങ്ങളുടെ ടീച്ചർ എന്ന് പറയുന്നത് രോഗമല്ല, പരിശുദ്ധാത്മാവാണ്. ഹീ ഈസ് യുവർ ടീച്ചർ. ഒരിക്കലും രോഗം നിങ്ങളെ പഠിപ്പിക്കത്തില്ല. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് അങ്ങനെയാണ് എങ്കിൽ, എന്നെ കേൾക്കുന്ന, ഓൺലൈനിൽ കേൾക്കുന്ന ഒത്തിരി പേര് കേൾക്കുമായിരിക്കും, അവരോട് പറയട്ടെ, നിങ്ങൾ രോഗം ദൈവം തന്ന് നിങ്ങളെ പഠിപ്പിക്കുകയാണെങ്കിൽ എന്തിനാ നിങ്ങൾ ആ ട്രെയിനിങ് സ്കൂളിൽ നിന്ന് പുറത്തു വരാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്? രോഗം ദൈവം തരുന്ന ഒരു ട്രെയിനിങ് ആണെങ്കിൽ നിങ്ങൾ എന്തിനാ ആ ട്രെയിനിങ്ങിൽ നിന്ന് പുറത്തു പോകാൻ വേണ്ടി ശ്രമിക്കുന്നത്? നിങ്ങൾ മെഡിസിൻ കഴിക്കുന്നത്, നിങ്ങൾ ഹോസ്പിറ്റലിൽ പോകുന്നത്, നിങ്ങൾ ആ ട്രെയിനിങ്ങിനെ എൻജോയ് ചെയ്താൽ പോരെ? ശരിയല്ലേ? നന്നായി പഠിക്കുക, പഠിപ്പിക്കുമ്പോൾ നന്നായി പഠിക്കുക, പഠിക്കുക. നിങ്ങളുടെ ആരോഗ്യം മുഴുവൻ പോകുന്നവരെ പഠിക്കുക. അപ്പോൾ പറ്റത്തില്ല. ദൈവത്തിൻ്റെ മേലേക്ക് ആരോപണങ്ങളാണ്. ഞാൻ പലപ്പോഴും ഞാൻ സഹോദരങ്ങൾ പറഞ്ഞു, ഒരിക്കൽ ഞാൻ ഒരു ഹോസ്പിറ്റലിൽ പ്രാർത്ഥിക്കാനായിട്ട് പോയി. എനിക്ക് വളരെ വിഷമമുണ്ടൊരു കാര്യമാണ്. ഒരു സഹോദരനോട് ഞാൻ പ്രാർത്ഥിക്കാൻ പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ഒരു അമ്മച്ചീനെ കിടക്കുന്നു. എനിക്ക് കണ്ടപ്പോൾ അത്ര അമ്മച്ചിയുടെ അടുത്തൊരു ചെറിയൊരു വേദപുസ്തകമോ പുതിയ നിയമോ എന്തോ ഉണ്ടായിരുന്നു. എൻ്റെ എന്തോ കാര്യമുണ്ടായിരുന്നു. എനിക്ക് പെട്ടെന്ന് അമ്മച്ചിക്ക് വേണ്ടി, അമ്മച്ചി യേശുവിനെ അറിയുന്ന ഒരു വ്യക്തിയാണെന്ന് എനിക്ക് തോന്നി, എനിക്ക് പ്രാർത്ഥിക്കണമെന്ന് തോന്നി. അമ്മച്ചിയോട് ചോദിച്ചു, അമ്മച്ചി ഞാൻ പ്രാർത്ഥിക്കട്ടെ എന്ന് ചോദിച്ചു. അമ്മച്ചിയുടെ കാലിൽ ഇങ്ങനെ തുണി വെച്ച് കെട്ടിയിട്ടുണ്ട്, വിരലിൽ. അമ്മച്ചി ആ കാലിൽ നോക്കിയിട്ട് പറഞ്ഞു, വേണ്ട. ഒറ്റയടിക്ക് പറഞ്ഞു, വേണ്ട. ഞാൻ എന്നാ പറ്റിയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, കാലിൻ്റെ വിരൽ മുറിച്ച് മാറ്റിയിരിക്കുക, ഷുഗർ കൂടിയിട്ട്. അപ്പോൾ ഞാൻ വിളിച്ചു, അമ്മച്ചി ഞാൻ പ്രാർത്ഥിക്കാം, ഒത്തിരി വേദനയല്ലേ, പ്രാർത്ഥിക്കാം. വേണ്ട. എന്നാ കാരണം? അത് എൻ്റെ പാസ്റ്റർ വന്ന് പറഞ്ഞു, 3-4 ആഴ്ചയുടെ പള്ളി പോകാത്തോണ്ട് ദൈവം തന്ന ശിക്ഷയാണ്. നിങ്ങളിപ്പോൾ ചിരിക്കും, എനിക്ക് കരച്ചിൽ വന്നു. എൻ്റെ ദൈവത്തെക്കുറിച്ച് എന്നതൊക്കെയാണ് പറയണേ? നിങ്ങളിവിടെ ഇരിക്കുന്ന എത്ര മാതാപിതാക്കൾ നിങ്ങളുടെ മക്കൾക്ക് അവരനുസരിച്ചില്ലെങ്കിൽ, അവർ കടയിൽ പോയി സാധനം മേടിക്കാൻ പറയാൻ മേടിച്ചില്ലെങ്കിൽ അവർ വിരലിൻ്റെ അറ്റം കട്ടിയെടുക്കും. എത്ര പേർ മുറിക്കുമോ? നിങ്ങൾ മുറിക്കത്തില്ല, പക്ഷെ ദൈവം മുറിക്കും. ചിന്തിക്കേണ്ട കാര്യമാണ്. ഇറ്റ്സ് എ സ്പിരിറ്റ് ഓഫ് റിലീജിയൻ. മതം തലയ്ക്ക് പിടിച്ചവരാണ്, ദൈവത്തെ അറിയാത്തവരത് പറയുന്നത്. ഹല്ലേലൂയ. അമ്മച്ചി പറയുക, വേദനയോടെ പറയുക. ആ അമ്മച്ചി ആരാധിക്കുന്ന ദൈവം ആരാ? ഏതോ ഒരു ഈവൽ സ്പിരിറ്റാ. യേശു എന്ന് പറയാൻ പറ്റില്ല. യേശു ജീവൻ എടുക്കുന്നവരല്ല, അവൻ ജീവൻ നൽകുന്ന ദൈവമാ. അവൻ രക്തം ചോദിക്കുന്ന ദൈവമല്ല, രക്തം നൽകുന്ന ദൈവമാ. അവനൊരിക്കലും നമ്മൾ ഡിമാൻഡ് ചെയ്യുന്ന ദൈവമല്ല, ശകലവും പ്രൊവൈഡ് ചെയ്യുന്നവനാണ്. അറിവില്ല. ഏറ്റവും വലിയ ബ്ലാസ്ഫമി, ഏറ്റവും വലിയ ദൈവദോഷം എന്ന് പ്രസംഗിക്കപ്പെടുന്നത് പുൽപ്പിറ്റുകളിൽ നിന്നാണ്. വളരെ വേദനയോടെ പറയാം, പുൽപ്പിറ്റുകളിൽ നിന്നാണ് ദൈവത്തിനെതിരെ, ക്രിസ്ത്യാനികളാണ് ഏറ്റവും അധികം യേശുവിനെതിരെ ആരോപണം ഉന്നയിക്കുന്നത്. ഒരു ആരോപണമാണിത്: ദൈവം രോഗം തരും, ദൈവം വീട്ടിൽ നിന്ന് കോഴിക്കുഞ്ഞിനെ പിടിച്ചോണ്ടു പോകും, ആടിനെ പിടിച്ചോണ്ടു പോകും. ബൈബിൾ എവിടെ പറഞ്ഞിരിക്കുന്ന ഒരു വചനം എടുക്ക്. വചനം പറഞ്ഞിങ്ങനെയാണ്, എനിക്ക് വിശന്നാൽ ഞാൻ നിന്നോട് ചോദിക്കുകയില്ല. ആകാശത്തിലെ പറവകളും പർവ്വതങ്ങളെ 1000 മൃഗങ്ങളും എനിക്കുള്ളത്. ഞാൻ നിന്റെ വീട്ടിൽ നിന്ന് ആടിനെയോ കോഴിയോ എടുക്കത്തില്ല. അവൻ എടുക്കുന്ന ദൈവമല്ല, അവൻ നൽകുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ഉറക്കത്തെ ശ്രദ്ധിച്ചേ, ഹല്ലേലൂയ. ഈ അമ്മച്ചി വേദനയോടെയാണ് പറഞ്ഞത്. അമ്മച്ചിയുടെ അകത്തൊരു റോങ് ടീച്ചിങ് കിടക്കുവാണ്, റോങ് ബിലീഫ് കിടക്കുവാണ്. ഞാൻ എത്ര പറഞ്ഞിട്ടും അമ്മച്ചി മനസ്സിലാവുന്നില്ല, പ്രാർത്ഥിക്കാൻ പോലും സമ്മതിപ്പിച്ചില്ല. അമ്മച്ചി പറയുക, ഞാൻ സഹിക്കാം, ദൈവം തന്നതല്ലേ. നമ്മുടെ വീടിനടുത്ത് ഏതെങ്കിലും ഒരു ഭവനത്തിൽ ഒരു പിതാവ് തൻ്റെ മകൻ ഇതുപോലെ ശിക്ഷ കൊടുക്കുകയാണെങ്കിൽ, അവൻ്റെ കൈ ഒട്ടിയെടുക്കുക, കാലൊട്ടിയെടുക്കുക, വണ്ടി ഇടിപ്പിക്കുക, അവൻ സ്കൂളിൽ പോകുന്ന വഴിക്ക് കൊട്ടേഷൻ കൊടുത്ത് വണ്ടി ഇടിപ്പിക്കുക. ചിലരെങ്ങനെ പറയുന്നത്, ആക്സിഡൻറ്റ് ദൈവം തന്നതാ പാഠം പഠിപ്പിക്കാനായിട്ട്. അങ്ങനെ ചെയ്യുന്ന ഒരു പിതാവ് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ പിതാവിനെ എന്ത് വിളിക്കും? ഞാൻ എൻ്റെ ഭാഷ, ഇന്നത്തെ ഭാഷ പറഞ്ഞാൽ സൈക്കോ എന്ന് പറയും. സൈക്കോ ഫാദർ. ഇന്ന് പലരും ദൈവത്തെ കാണുന്നത് സൈക്കോ ഫാദറായിട്ടാണ്. അല്ല, ഒരിക്കലുമല്ല. എൻ്റെ യേശു അങ്ങനെയല്ല. തെറ്റായ ധാരണകളാണ്. ബൈബിൾ ഒരിക്കലും നമ്മളത് പറയുന്നില്ല. എബ്രായലേഖനം 13:8 പറയുകയാണ്, യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ. അവൻ അന്നും ഈ ഭൂമിയിൽ നടന്നപ്പോഴും ഇന്നും അവൻ മാറ്റമില്ലാത്തവനാണ്. മലാക്കി പുസ്തകം 3:6 പറയുകയാണ്, യഹോവയായി ഞാൻ മാറാത്തവൻ. യഹോവ മാറാത്തവൻ, അവനൊരു മാറ്റവുമില്ല, ഒരിക്കലും മാറത്തില്ല. മാറ്റാൻ നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട് കഴിയത്തുമില്ല. എനിക്ക് ദൈവത്തെ മാറ്റാൻ കഴിയുമെങ്കിൽ ദൈവത്തെക്കാൾ വലുത് ഞാനാ. സിമ്പിൾ. എനിക്ക് ദൈവത്തിൻ്റെ മനസ്സ് മാറ്റാനോ ദൈവത്തെ മാറ്റാനോ കഴിയുമെങ്കിൽ, അവൻ അല്ലാതാക്കാൻ പറ്റുമെങ്കിൽ, ഞാൻ അവനേക്കാൾ വലുതല്ലേ. അവൻ മാറാത്തവൻ,
ഐ ആം ഹൂ ഐ ആം. ഞാൻ ആകുന്നവൻ ആകുന്നു. നീ എന്തു തന്നെ ആയാലും, നീ എങ്ങനെ ആയാലും, നീ ശത്രുവായിരിക്കുമ്പോൾ തന്നെ നിന്നെ ഞാൻ സ്നേഹിക്കുക എന്നുള്ള എൻ്റെ നേച്ചറാണ്. എൻ്റെ സ്വഭാവം തന്നെ സ്നേഹമാണ്. അത് നിന്റെ പ്രവൃത്തി കൊണ്ട് മാറത്തില്ല എന്ന് ദൈവം അരുളി ചെയ്യുകയാണ്. ഗോഡ് ഈസ് ലവ്. അവൻ്റെ സ്വഭാവം സ്നേഹമാണ്. എൻ്റെ നിങ്ങളുടെ പ്രവൃത്തി കൊണ്ടത് മാറ്റാൻ കഴിയത്തില്ല. എൻ്റെ പ്രാർത്ഥനയ്ക്ക് അത് മാറ്റാൻ കഴിയത്തില്ല. എൻ്റെ ഫാസ്റ്റിങ്ങിനെ മാറ്റാൻ കഴിയത്തില്ല. അവനായിരിക്കുന്നത് അവൻ അങ്ങനെ ആകുന്നു. അവൻ്റെ സ്വഭാവം മാറാൻ അവന് കഴിയത്തില്ലല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിലർ മറ്റൊരു തരത്തിൽ പറയാറുണ്ട്, ഞാൻ ശുശ്രൂഷ തുടങ്ങിയ സമയത്ത് ആദ്യം പലരും പറയും, നിങ്ങൾ എല്ലാവരുടെ മേലും ഇതൊന്നും കൈവയ്ക്കരുത്. ഒത്തിരി പാസ്റ്റേഴ്സ് മുതിർന്നവരൊക്കെയാണ് പറയുന്നത്. ട്രഡീഷണൽ ടീച്ചിങ്ങാണ്. ഞാൻ പ്രായത്തിൽ വളരെ കുഞ്ഞാണ്. ശുശ്രൂഷയിൽ ഇറങ്ങി ഒത്തിരി പേര് പ്രാർത്ഥിക്കുന്നു, ഒത്തിരി അത്ഭുതങ്ങൾ കാണുന്നു, വലിയ സന്തോഷം നടക്കുമ്പോൾ ചിലർ എന്നെ ഉപദേശിക്കുകയാണ്, എല്ലാവരുടെ മേലും പോയി കൈവയ്ക്കരുത്. ഞാൻ എന്നാ പറ്റി? ചിലപ്പോൾ അവിടെ ഇരിക്കുന്ന സാധനം വലുതായിരിക്കും, ഇങ്ങോട്ട് കയറും. എന്തോന്നായി പറയണേ, എന്തോന്നായി പറയണേ? അവിടെ ഇരിക്കുന്ന സാധനം വലുതോ? ലോകത്തുള്ളവനേക്കാൾ വലിയവൻ നിന്റെ അകത്ത് ഇരിക്കുമ്പോൾ, സർവശക്തനായ ദൈവം നിന്റെ അകത്ത് വസിക്കുമ്പോൾ, പരിശുദ്ധമോ നിന്റെ അകത്ത് വസിക്കുമ്പോൾ, അവനേക്കാൾ വലിയവൻ ആരാ ഉള്ളേ? നിന്നെ ഒരു ശുശ്രൂഷയ്ക്കായി അയച്ചിട്ട് നിന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ കഴിയാത്ത ഒരു ദൈവത്തെ പിന്നെ നീ എന്തിനാ ആരാധിക്കുന്നേ? നമ്മെ ഒരു ശുശ്രൂഷയ്ക്കായി അപ്പോയിന്റ് ചെയ്തൊരു ഗവൺമെന്റ് അയക്കുമ്പോൾ നമ്മെ പ്രൊട്ടക്ട് ചെയ്യാൻ ആ ഗവൺമെന്റ് ബാധ്യത ഉള്ളതുപോലെ അതിനേക്കാൾ എത്ര അധികമായി യേശു എന്നെ നിങ്ങളെ ഈ ഭൂമിയിൽ ശുശ്രൂഷയ്ക്ക് അയച്ചിരിക്കുമ്പോൾ നമ്മെ ബാക്ക് ചെയ്യുവാൻ സ്വർഗത്തിലെ മുഴുവൻ സിസ്റ്റവും കൊണ്ട് ആ ദൈവം നമ്മുടെ പിന്നാലുണ്ട്. ഇത് ഏത് ടീച്ചിങ്ങിൽ നിന്ന് വരുന്നതാ? പ്രാകൃതമായി എന്തൊക്കെയോ പഠിച്ച് എന്തൊക്കെയോ പുലമ്പുന്നതാണ്. ദൈവത്തിൻ്റെ വചനം ഒരിക്കലും പറയില്ല. ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, ഒന്നും ഒരിക്കലും ഒരു ദോഷവും നിനക്ക് വരുത്തുകയില്ല. ദോഷകരമായി യാതൊന്ന് കുടിച്ചാലും നിന്നെ ഹാനി വരത്തില്ല. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം അതാ പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ചിലരൊക്കെ പറഞ്ഞു ഹീലിങ്സിന് ഭയങ്കരമായി കോൺസെൻട്രേഷൻ കൊടുക്കരുത്, സാൽവേഷൻ കൊടുക്കണം. ഞാൻ ചോദിക്കട്ടെ, ബൈബിളിൽ സാൽവേഷന് വേണ്ടി ഉപയോഗിച്ചിരുന്ന അതേ വാക്ക് തന്നെയാണ് ഹീലിംഗിൽ ഉപയോഗിച്ചിരിക്കുന്നത്. സോസോ. രക്തസ്രാവക്കാരിയായ സഹോദരി യേശുവിനടുക്ക് വരുമ്പോൾ ആ സഹോദരിയോട് യേശു പറയുന്നുണ്ട്, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. യുവർ ഫെയ്ത്ത് ഹാസ് ഹീൽഡ് യു എന്നല്ല, സേവ്ഡ് യു. അവിടെ ഉപയോഗിച്ച വാക്കും സോസോ എന്നാണ്. സോസോ എന്ന വാക്കിൻ്റെ അർത്ഥം, ഗ്രീക്കിലെ അർത്ഥം സേവ്, ഒന്ന് രക്ഷിക്കുക, ശരിയാണ്. മറ്റൊന്ന് ഡെലിവർ, വിടുവിക്കുക. മറ്റൊന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുക, സൂക്ഷിക്കുക. ഹീൽ, സൗഖ്യമാക്കുക. പ്രിസർവ്, സംരക്ഷിക്കുക. മേക്ക് ഹോൾ, കംപ്ലീറ്റ് ആക്കുക. ഇത് മുഴുവൻ സാൽവേഷൻ്റെ പാക്കേജാണ്. രക്ഷ എന്ന് പറയുന്നത് പാപക്ഷമയിൽ അവസാനിക്കുന്നതല്ല, അവർ തുടങ്ങുന്നതാണ്. പാപക്ഷമയിൽ തുടങ്ങുന്നത് മാത്രമേ ഉള്ളൂ, പിന്നെ അങ്ങോട്ട് ഒത്തിരി കാലം കിടക്കുക. എല്ലാവരും രക്ഷ എന്ന് പറയുമ്പോൾ സ്വർഗത്തിലെ ഒരു ടിക്കറ്റാണ്, കിട്ടിയ പിന്നെ പോവാം, അവിടെ നിർത്തുക. പഴയ നിയമ കാലഘട്ടത്തിൽ പഴയ ഉടമ്പടിയിൽ ജീവിച്ച ദാവീദ് നമ്മളെക്കാൾ മനോഹരമായി പുതുനിയമ ഉടമ്പടിയെക്കുറിച്ച് വളരെ വെളിപ്പാടുള്ള മനുഷ്യനായിരുന്നു. സംഗീതങ്ങൾ 103 വായിക്കുമ്പോൾ അവിടെ ദാവീദ് എഴുതുകയാണ്. സംഗീതങ്ങൾ 103 അധ്യായം ഒന്നെടുത്തേ, അതിന് 2-ാമത്തെ വാക്യം. സംഗീതം 103 എല്ലാവർക്കും അറിയുന്നൊരു ഭാഗമാണ്. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. ഉപകാരങ്ങൾ, ഫോർഗെറ്റ് നോട്ട് ഹിസ് ബെനഫിറ്റ്സ്. ഉപകാരങ്ങൾ, ഉപകാരമല്ല, ഉപകാരങ്ങൾ. എന്തൊക്കെയാ ഉപകാരങ്ങൾ? തര പറയുകയാണ്, അവൻ നിന്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു, നിന്റെ എല്ലാ പാപങ്ങളെയും അവൻ ക്ഷമിക്കുന്നു. അവിടെ ഫുൾ സ്റ്റോപ്പ് ആണോ? ആണോ? നിങ്ങളുടെ ബൈബിളിൽ ഫുൾ സ്റ്റോപ്പ് ആണോ, കോമയാണോ? എൻ്റെ ബൈബിളിൽ കോമയാണ്. നിങ്ങളുടെ ബൈബിളിലും കോമയായിരിക്കും വിശ്വസിക്കുന്നു. കോമയല്ലേ? അത് കഴിഞ്ഞിട്ട് കോമയാ. അപ്പം അർത്ഥം എന്താ? അവിടെ തീരത്തില്ല, അവിടെ തുടങ്ങത്തേ ഉള്ളൂ. അതിന് തുടർമാനമായി കാര്യം വരുന്നുണ്ട്. അവൻ നിന്റെ പാപങ്ങളെ ക്ഷമിക്കുന്നു, അവിടെ തീർന്നില്ല. അടുത്ത് പറയുകയാണ്, എന്താണ്? നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. എൻ്റെ ദൈവം രക്ഷ തരുന്ന മാത്രം ദൈവമല്ല. രക്ഷ മീൻസ് എൻ്റെ പാപക്ഷമ മാത്രമല്ല, എൻ്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. സാൽവേഷൻ എന്ന് പറയുന്നത്, രക്ഷ എന്ന് പറയുന്നത്
പാപക്ഷമയിൽ തുടങ്ങുന്നത് മാത്രമേ ഉള്ളൂ, അവിടെ അവസാനിക്കുന്നില്ല. ഹല്ലേലൂയ. അവൻ്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കും. സത്യത്തിൽ ഒരു രോഗസൗഖ്യം എത്രമാത്രം വാല്യുബിൾ ആണെന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ, പലരും ഇതിനെ കുറ്റപ്പെടുത്താറുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഒത്തിരി ദേവദാസന്മാർ വ്യക്തികളെ സൗഖ്യമാക്കി കാണുമ്പോൾ കുറ്റം പറയുന്നവർ ഒത്തിരി ഉണ്ട്. കുത്തി ഇരുന്ന് കമൻറ്റ് ചെയ്യുന്നവരുണ്ട് സോഷ്യൽ മീഡിയകളിൽ. ഇതൊക്കെ ഫേക്കാണ്, വെറുതെയാണ്, അതാണിതെന്ന്. ഇവരൊക്കെ എപ്പോഴാണെന്നറിയാം ഇതിൻ്റെ വാല്യൂ മനസ്സിലാക്കുന്നത്. സ്വന്തം കുടുംബത്തിലോ സ്വന്തം പ്രിയപ്പെട്ട ഒരു ആരെങ്കിലും ആൾ രോഗിയായി കിടക്കുമ്പോൾ അവിടെയാണ് ഒരു രോഗസൗഖ്യത്തിൻ്റെ വാല്യൂ അവർ മനസ്സിലാക്കുന്നത്. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നത്. ഒരു ഭവനത്തിനകത്ത് ഒരാൾ രോഗിയായി കിടക്കുമ്പോൾ ആ ഭവനത്തിൻ്റെ ടോട്ടൽ അറ്റ്മോസ്ഫിയർ ചേഞ്ച് ആവും. ഒരു സന്തോഷം ഉണ്ടാകത്തില്ല, വല്ലാത്ത അസ്വസ്ഥതയായിരിക്കും. അതിനകത്തൊരു സൗഖ്യം വരുമ്പോൾ അവിടെ കണ്ണിലുണ്ടാകുന്ന പ്രകാശം, സന്തോഷം, അത് കണ്ടു തന്നെ അറിയണം. അതൊന്നും ഈ കുത്തിയിരുന്ന് കമൻറ്റ് ചെയ്യുന്നവർക്ക് മനസ്സിലാകത്തില്ല. ഞാൻ കഴിഞ്ഞ ദിവസങ്ങൾ പറഞ്ഞില്ലേ, കർണാടകയിലേക്ക് പോയപ്പോൾ, മൈസൂരിലേക്ക് പോയപ്പോൾ ഞാൻ 2 ദിവസം മീറ്റിനകത്ത് 50-ലധികം സൗഖ്യങ്ങൾ കണ്ടു. കൗണ്ട് ചെയ്യപ്പെട്ടില്ല, ഞാൻ ഉദ്ദേശം പറയുന്നത് 50-ലധികം സൗഖ്യങ്ങളെ കണ്ടപ്പോൾ ഓരോരുത്തരും ഫേസിലുണ്ടായ ചിരിയുണ്ട്, സന്തോഷമുണ്ട്. എനിക്കൊന്ന് അതാണ് എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ റിവാർഡ് ഞാൻ കരുതുന്നു. അവരുടെ മുഖത്തുണ്ടാകുന്ന ആ ഒരു എക്സ്പ്രഷൻ കാണുമ്പോൾ പറഞ്ഞറിയിക്കാൻ സന്തോഷമാണ്. അത് ഈ പറയുന്ന പോലെ ഇങ്ങനെ ഇതിനൊക്കെ എല്ലാം മുഖമടിച്ച് വെറുതെ എല്ലാം ഫേക്കാണെന്ന് പറയുന്നവർക്ക് മനസ്സിലാകത്തില്ല. ഓക്കെ, നമ്മുടെ ഭവനങ്ങളിൽ അത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴേ മനസ്സിലാകത്തു ആ സൗഖ്യത്തിൻ്റെ വാല്യൂ. ഞാനിപ്പോൾ പറഞ്ഞതാണ്, നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. അവിടെ ഫുൾ സ്റ്റോപ്പാണോ കോമയാണോ? മലയാളം ചില വേർഷനിലുള്ള ഫുൾ സ്റ്റോപ്പ് ഉണ്ട്, പക്ഷെ ഇംഗ്ലീഷിൽ കൃത്യമായിട്ട് അത് കോമയാണ്. കാരണം തുടർന്ന് പറയുന്നുണ്ട്, അവൻ നിന്റെ ജീവനെ നാശത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നു, അവൻ ദയയും കരുണയും നിന്നെ അണിയിക്കുന്നു. എവിടെ നീ തകർന്നവനായിരുന്നോ, എവിടെ നീ പാപത്തിൻ്റെ പടുകുയിലായിരുന്നോ, അവിടെ നിന്നെ വിടുവിക്കുക മാത്രമല്ല നിന്റെ രോഗങ്ങളെ സൗഖ്യമാക്കും. കാരണം നീ ചെയ്ത പാപങ്ങളുടെ എഫക്റ്റ് കൊണ്ട് പലപ്പോഴും രോഗങ്ങൾ വരാറുണ്ട്. എന്തിനായിക്കോട്ടെ, ചിലപ്പോൾ നിൻ്റെ ആരോഗ്യം പോകാറുണ്ട്. പക്ഷേ നിൻ്റെ രോഗങ്ങളെ അവൻ സൗഖ്യമാക്കും. നിന്റെ ജീവനെ നാശത്തിൽ നിന്ന് വീണ്ടെടുക്കും, നിന്നെ ദയയും കരുണയും അണിയിക്കുന്നു. അടുത്ത് പറയുന്നുണ്ട്, നിന്റെ യൗവനം കഴുകനെ പോലെ പുതുകി വരത്തക്കവണ്ണം നിന്റെ വായ്ക്കവൻ നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു. ഇവിടെയാണ് രക്ഷ കംപ്ലീറ്റ് ആകുന്നത്. ഈ കംപ്ലീറ്റ് പാക്കേജാണ് രക്ഷ. ഹല്ലേലൂയ. സോ അതുകൊണ്ട് ഹീലിംഗ് അതിൻ്റെ ഭാഗമല്ല എന്ന് പറയാൻ പറ്റത്തില്ല. ഹീലിംഗ്, സൗഖ്യം എന്ന് പറയുന്നത് രക്ഷയ്ക്കും ഒരേ വേർഡാണ് ദൈവം ഉപയോഗിച്ചിരിക്കുന്നത് ആ വചനത്തിനകത്ത്. അതിനത്രമാത്രം പ്രാധാന്യമുണ്ട്. ഹല്ലേലൂയ. ദൈവം കോമ ഇട്ടിരിക്കുന്നിടത്ത് നമ്മൾ ഫുൾ സ്റ്റോപ്പ് ഇടരുത്. പരിശുദ്ധാത്മാവ് കോമ ഇട്ടിരിക്കുന്ന സ്ഥലത്ത് നമ്മൾ ഫുൾ സ്റ്റോപ്പ് ഇട്ട് നിർത്തരുത്. ശുശ്രൂഷ എന്ന് പറയുന്നത് പാപക്ഷമ മാത്രമേ ഉള്ളൂ, രക്ഷ എന്ന് പറയുന്നാൽ സ്വർഗത്തിലേക്ക് പോകാനുള്ള ടിക്കറ്റാണെന്ന് പറഞ്ഞ് നിർത്തരുത്. അവിടെ കംപ്ലീറ്റ് പാക്കേജാണ്. ഒരു വ്യക്തി, ഒരു രാജാവ് ഭരിക്കുന്ന ഒരു രാജ്യമാണ് വിചാരിക്കുക ഇത്. ഇവിടെ ഒരു വ്യക്തി തീരെ പാപ്പരനായി വളരെ മോശം വസ്ത്രം ധരിച്ച് രോഗിയായി കിടക്കുന്നുണ്ടെങ്കിൽ അർത്ഥം അത് രാജാവിൻ്റെ കഴിവുകളും കൂടെയാണ്. അതുപോലെ ഒരു രാജ്യത്തെ റെപ്രസെൻ്റ് ചെയ്യുന്ന നമ്മുടെ പ്രധാന ലക്ഷ്യം, ഒരു ചുമതല എന്ന് പറയുന്നത് ദൈവരാജ്യത്തിലെ കർത്താവായിരുന്ന യേശു രാജാതിരാജാവായിരുന്ന ആ രാജ്യത്തിൽ എങ്ങനെയാണോ കാര്യങ്ങൾ അതുപോലെ ഈ ഭൂമിയിൽ നടപ്പിലാക്കുക എന്നുള്ളതാണ്. യേശു പറഞ്ഞു, സ്വർഗത്തിലെ പോലെ അങ്ങനെ ഇഷ്ടം ഭൂമിയിലാകട്ടെ. യേശു അതാണ് ഡെമോൺസ്ട്രേറ്റ് ചെയ്തത്. ദൈവരാജ്യത്തിന് അത് രോഗമില്ല, അവിടെ ബന്ധനമില്ല. യേശു പോയിടത്തൊക്കെയും യേശു അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്തു. എല്ലായിടത്തും നമുക്ക് ആ സൗഖ്യങ്ങൾ കാണാൻ കഴിയും. ഹല്ലേലൂയ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇന്ന് ഞാൻ ഇങ്ങനൊരു വേർഡ് ചോദിച്ചിട്ടുണ്ട്, ഐ ചൂസ് ടു ബിലീവ് വാട്ട് ഈസ് റിട്ടൺ. എന്താണോ എഴുതപ്പെട്ടിരിക്കുന്നത്, ആരെങ്കിലും പറയുന്നതല്ല, എന്താണോ എഴുതപ്പെട്ടിരിക്കുന്നത് അതിനെ വിശ്വസിക്കാനായിട്ട് ഞാൻ എന്നെ തന്നെ തീരുമാനിക്കുന്നു. ഞാൻ അങ്ങനെ സ്പെസിഫിക്കലി തീരുമാനമെടുക്കുന്നു. ആരെങ്കിലും ഒക്കെ പറഞ്ഞു കേൾക്കുന്നതല്ല. എനിക്ക് വന്ന് അറിയില്ല, പലരും വന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു സംശയമായി. എല്ലാവരുടെ മേൽ കൈവച്ച പ്രശ്നമാവും. എനിക്ക് അതിനെക്കുറിച്ച് വലിയ പിടിയില്ല. കാരണം എക്സ്പീരിയൻസ് ഉള്ളവരാണ് പറയുന്നത്. ഒത്തിരി എക്സ്പീരിയൻസ് ഉള്ളവർ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതൊക്കെ ശരിയായിരിക്കുമെന്ന്. എക്സ്പീരിയൻസ് അല്ല ഇതിൻ്റെ ഒന്നും മാനദണ്ഡം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് സംസാരിക്കുമ്പോൾ അത് വചനവുമായി കണക്ട് ചെയ്ത് നോക്കുമ്പോൾ അത് ക്ലാരിറ്റിയോട് മനസ്സിലാക്കണം. ദൈവത്തിൻ്റെ വചനം പറയുന്നതാണെങ്കിൽ അതിനെ സ്വീകരിക്കുക. ദൈവത്തിൻ്റെ വചനം ഒരിക്കലും പറയുന്നില്ല നിങ്ങൾ ആർക്കെങ്കിലും വേണ്ടി പ്രാർത്ഥിച്ച ആ രോഗമൊക്കെ ഇങ്ങോട്ട് വരുമെന്നോ അവിടെ ഇരിക്കുന്ന ഡിമോണിക് സ്പിരിറ്റ് ഇങ്ങോട്ട് അറ്റാക്ക് ചെയ്യുമെന്നോ പറയുന്നില്ല.
സകലത്തിൻ്റെ മേൽ നിങ്ങൾക്ക് അധികാരം നൽകിയിരിക്കുന്നു. നിങ്ങളിരിക്കുന്നവൻ ലോകത്തുള്ളവനേക്കാൾ വലിയവൻ. ഹല്ലേലൂയ. സുവിശേഷത്തിൻ്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് തന്നെ ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചാണ്. ദൈവസ്നേഹത്തിൽ നിന്നല്ലാതെ ഒരു സുവിശേഷമില്ല. ദൈവത്തിൻ്റെ സ്നേഹത്തെ അറിയാതെ ഗോസ്പൽ നിങ്ങൾക്കൊരു സെൻസും ഉണ്ടാക്കത്തുമില്ല. സുവിശേഷം നിങ്ങൾക്ക് മനസ്സിലാകത്തുമില്ല. ഈ ദൈവസ്നേഹത്തിൽ നല്ലെങ്കിൽ നിങ്ങൾക്കൊന്നും മനസ്സിലാകത്തില്ല. ദൈവസ്നേഹമുള്ള ഒരാളും പറയില്ല ദൈവം നിങ്ങൾക്ക് രോഗം തന്ന് നിങ്ങളെ പരീക്ഷിക്കുകയാണ്. ആ പിതാവിൻ്റെ ഹൃദയം അറിഞ്ഞ ഒരാളും പറയില്ല നിങ്ങൾക്ക് കാലും കൈ മുറിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നുവെന്ന്. നിങ്ങളുടെ കാലും കൈ മുറിക്കപ്പെടാതിരിക്കാൻ, നിങ്ങൾ കിടക്കാതിരിക്കാനാണ് യേശു കർത്താവ് കാൽവരി ക്രൂസിൽ അവൻ അടിയേറ്റത്, അവൻ രക്തം ചിന്തിയത്. അവൻ്റെ സ്നേഹത്തെയാണ് ഡെമോൺസ്ട്രേറ്റ് ചെയ്തത്. നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ടാവും, ദൈവത്തിൻ്റെ ക്രോധം, ദൈവകോപത്തിൽ വെന്തെരിഞ്ഞവനായി രക്ഷകൻ ജീവിക്കുന്നു. പാടിയിട്ടുണ്ടോ ഈ പാട്ടുകൾ? എത്ര പാടിയിട്ടുണ്ട് ഈ പാട്ട്? ദൈവകോപത്തിൽ വെന്തെരിഞ്ഞവനായി രക്ഷകൻ ജീവിക്കുന്നു. പാടിയിട്ടുണ്ട്, ഞാൻ ഒത്തിരി പാടിയിട്ടുണ്ട്, കൈയടിച്ച് പാടിയിട്ടുണ്ട്. ബൈബിൾ എവിടെയാണ് കാണുന്നത്? ഒന്ന് കാണിച്ചു തരണം. എപ്പോഴാണ് ബൈബിൾ എവിടെയാണ് പറഞ്ഞിരിക്കുന്നത് ദൈവത്തിൻ്റെ കോപത്തിൽ യേശു വെന്തെരിഞ്ഞെന്ന്? നിങ്ങളും പാടിയിട്ടില്ലേ? ഞാനും പാടിയിട്ടുണ്ടല്ലോ. പാടി ഇത് ബൈബിളിലെ വചനമെന്നാണ് പഠിച്ചു വെച്ചിരിക്കുന്നത് എല്ലാവരും. ഒന്ന് സെൻസ് ഉള്ളവരും ചിന്തിച്ചേ. ദൈവം യേശുവിനെ ലോകത്തിന് വേണ്ടി തന്നു. പത്രോസിനെ വിളിച്ച് പറഞ്ഞു, നിങ്ങൾ ക്രൂശിച്ച യേശുവിനെ ദൈവം മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു. പരീശന്മാരും ശാസ്ത്രിമാരും ഈ ലോകത്തിലെ പ്രഭുക്കന്മാരും യേശുവിനെ അടിച്ചു. യെശയ്യാപ്രവചനം പറയുന്നത് ഇങ്ങനെയാണ്, അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റു, നമ്മുടെ പാപങ്ങൾ നിമിത്തം അവൻ ക്രൂശിലേക്ക് പോയി. നാമോ ദൈവം അവനെ അടിച്ചു, ശിക്ഷിച്ചു, ദണ്ഡിപ്പിച്ചു എന്ന് വിചാരിച്ചു. നമ്മൾ വിചാരിച്ചു, പക്ഷെ അത് അങ്ങനെ ആയിരുന്നില്ല. ഹല്ലേലൂയ. 100 വർഷം പാടിയെന്ന് പറഞ്ഞ് ശരിയാവില്ല. 100 വർഷം പാട്ട് പാടിയെന്ന് പറഞ്ഞാൽ സത്യമാകത്തില്ല. ദൈവ കോപത്തിയിലല്ല വെന്തെരിഞ്ഞ്, നമ്മുടെ കോപത്തിയിലാണ് അവൻ വെന്തെരിഞ്ഞത്. അവനെ നമ്മുടെ കോപത്തിയിൽ വെന്തെരിയുവാൻ തക്കവണ്ണം ദൈവം അവനെ തരുവാൻ ലോകത്തെ സ്നേഹിച്ചു. നമ്മോടുള്ള സ്നേഹനിമിത്തം പിതാവായ ദൈവം പുത്രനെ തന്നു. നമ്മൾ അവനെ അടിച്ചു, ദണ്ഡിപ്പിച്ചു, തുപ്പി. ഹല്ലേലൂയ. പിതാവ് അവനെ ഉയർപ്പിച്ചു. ഹല്ലേലൂയ. എത്ര ബ്ലണ്ടറാണ് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത് പോലെ. ഞാൻ അതിലേക്ക് പോകുന്നു, അതിലോട്ട് പോയി തീരത്തില്ല. നമുക്കൊരു ഗുഡ് ഫ്രൈഡേ നമുക്ക് ചിന്തിക്കാം. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം കഥ ചിന്തിക്കാൻ നന്നായിരുന്നു. മുടിയനായ പുത്രൻ അവൻ വരുന്നത് എങ്ങനെയാണ്? പന്നിക്കുട്ടിന്നാണ്. ആ കഥ നിങ്ങൾക്കെല്ലാം അറിയാവുന്നുള്ള വിശദീകരിക്കുന്നില്ല. അപ്പൻ്റെ വീട്ടിലുള്ള മകനായിരുന്നു അല്ലേ? അപ്പൻ്റെ കഥ പറയുമ്പോൾ യേശു പറയുന്നതാണ് 2 മക്കളുണ്ടായിരുന്നു. 2 മക്കളാ. അവന് പന്നിക്കുട്ടി പോയാലും മകനാ. ഹല്ലേലൂയ. 2 മക്കളുണ്ടായിരുന്നു. മൂത്തവൻ വീട്ടിലുണ്ട്. അവരപ്പം പറയുന്നതൊക്കെ ചെയ്യും. അപ്പം പറഞ്ഞ ജോലിയൊക്കെ ചെയ്യും. വയലിൽ പോവും, അധ്വാനിക്കും, വൈകുന്നേരം വരും, വൈകിട്ടും പോവും. ഇങ്ങനെ ജോലി ചെയ്യും. അപ്പൻ്റെ കൂടെ ഉണ്ട്. ഇളയവനോ അപ്പനെ വിട്ടിട്ട് ദൂരദേശത്തേക്ക് പോയി. അവൻ പോയി അവൻ്റെ ഇഷ്ടം ജീവിച്ചു. വേശ്യമാരോടൊക്കെ ദൂർത്തടിച്ച് കളഞ്ഞു. പൈസയൊക്കെ തീർന്നപ്പോൾ, ഭക്ഷിക്കാൻ ആഹാരമില്ലാതായപ്പോൾ പന്നികളെ നോക്കാൻ വേണ്ടി ജോലിക്ക് പോയി. യേശു പറയുന്ന എക്സാമ്പിൾ ഭയങ്കര മനോഹരമാണ്. പന്നികളെന്ന് പറയുമ്പോൾ യഹൂദന്മാർക്ക് അറപ്പാ, തൊടത്തില്ല, അടുത്ത് പോകത്തില്ല. പക്ഷേ യേശു പറയുക പന്നിക്കൂട്ടി പോയി കിടന്ന് പന്നിക്കുടുന്നതൊക്കെ തിന്നു. യേശു അവരുടെ റിലീജിയസ് സ്പിരിറ്റിനെ അങ്ങ് ചൊറിയുക, മാക്സിമം ഇറിറ്റേറ്റ് ചെയ്യുക. യേശു പറയുവാണ്, അവൻ പോയി പന്നികളുടെ കൂടെ കിടന്ന് പന്നിക്കുള്ള ആഹാരമൊക്കെ കഴിച്ച്. എനിക്ക് തോന്നുന്നു മിക്കവാറും പലരും വൊമിറ്റ് ചെയ്തിട്ടുണ്ടാവും കേട്ടപ്പോൾ തന്നെ. അവിടെ യഹൂദന്മാർക്ക് അത്രയ്ക്ക് അറപ്പുള്ള സാധനമാണ്. പക്ഷേ യേശു പറയുക, എന്നിട്ട് ആ പന്നിക്കുട്ടിന്ന് അവൻ വീട്ടിലേക്ക് വരുക. അപ്പോഴുണ്ടല്ലോ ഈ അപ്പൻ അവൻ്റെ ഈ വേൾസ്റ്റ് സിറ്റുവേഷനിൽ, അവൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും നരകയാതനയുടെ അനുഭവത്തിൽ, അവൻ്റെ പാപത്തിൻ്റെ പടുകുഴിയുടെ അവസ്ഥയിൽ അവൻ വരുമ്പോൾ അവന് ഏറ്റവും നല്ലതിനെ ആ പിതാവ് കൊടുത്തു. അതല്ലേ ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ, പാപത്തിൻ്റെ പടുകുഴിയിൽ ദൈവവുമായി ബന്ധമില്ലാതിരിക്കുമ്പോൾ തന്നെ പുത്രനെ തന്ന് അവൻ നമ്മെ സ്നേഹിച്ചു. അവിടെയല്ലേ ദൈവത്തിൻ്റെ സ്നേഹത്തെ കാണാൻ പറ്റുന്നത്. ഇൻ അവർ വേഴ്സ്റ്റ് സിറ്റുവേഷൻ, നമ്മുടെ ഏറ്റവും മോശം അവസ്ഥയിൽ സ്വർഗത്തിൻ്റെ നല്ലതിന് നൽകുന്ന ഒരു ദൈവം ആ മകനെ ആ ചെളിയോടെ ചേർത്ത് പിടിച്ച് മുത്തം വയ്ക്കുന്നു, നല്ല ഉടുപ്പ് കൊടുക്കുന്നു, നല്ല മോതിരം കൊടുക്കുന്നു, നല്ല ചെരുപ്പ് കൊടുക്കുന്നു. അത് റിവാർഡല്ല, അത് ഗിഫ്റ്റാണ്. സാൽവേഷൻ ഈസ് എ ഗിഫ്റ്റ്. കൃപ ഗിഫ്റ്റാണ്.
എൻ്റെ 41 ദിവസത്തെ ഉപവാസത്തിൻ്റെ ഫലമല്ല. ഉപവാസം തെറ്റല്ല, നല്ലതാണ്. പ്രാർത്ഥന തെറ്റല്ല, നല്ലതാണ്. പക്ഷേ ഇതൊന്നും ദൈവത്തിൻ്റെ കരത്തെ പിടിച്ചലിപ്പിക്കാൻ വേണ്ടി ആകരുത്. എൻ്റെ പ്രാർത്ഥന കണ്ടിട്ട് അവൻ്റെ കൈ അനക്കും എന്ന് വിചാരിക്കരുത്. എൻ്റെ 10 ദിവസം ഉപവാസം കണ്ട് ഞാൻ മെലിയുന്നത് കണ്ട് ദൈവത്തിൻ്റെ കൈ അനങ്ങുമെന്ന് വിചാരിക്കരുത്. അവൻ ഒറ്റ കാര്യത്തിലേ അനങ്ങത്തുള്ളൂ, ബൈ ലവ്. സ്നേഹത്തിൽ മാത്രമേ അവൻ ചലിക്കത്തുള്ളൂ, കമ്പാഷനിലൂടെ മാത്രം ചലിക്കത്തുള്ളൂ. നമ്മളെ പ്രവൃത്തി കണ്ടല്ല അവൻ നമ്മെ സ്നേഹിച്ചത്. നമ്മുടെ പ്രവൃത്തി കണ്ടല്ല അവൻ സ്നേഹിച്ചത്. അവൻ്റെ സ്നേഹം, അവൻ്റെ ക്യാരക്ടറാണ്, അവൻ്റെ സ്നേഹമാണ് ഗോസ്പലിൻ്റെ ബേസ്. ഗോസ്പൽ എന്ന് പറയുന്നത്, സുവിശേഷം എന്ന് സിമ്പിളായി പറഞ്ഞാൽ, സുവിശേഷം എന്ന് പറയുന്നത് ഒരു പ്രതിഷ്ഠയും കുറേ ഭക്തന്മാരുമല്ല, അതിൻ്റെ കഥയല്ല. ഗോസ്പൽ എന്ന് പറയുന്നത് ഒരപ്പൻ്റെയും മക്കളുടെയും കഥയാണ്. ഇത്രയൊക്കെ മനസ്സിലായി? ഗോസ്പൽ എന്ന് പറയുന്നത്, സുവിശേഷം കുറേ ഭക്തരുടെയും കുറേ വിശ്വാസികളുടെയും ഒരു പ്രതിഷ്ഠയുടെയും കഥയല്ല. യേശു ഈ ഭൂമിയിലേക്ക് വന്നത് കുറേ ഭക്തന്മാരെ ഉണ്ടാക്കാനല്ല. യേശു ഈ ഭൂമിയിൽ വന്നത് ദൈവ മക്കളെ സൃഷ്ടിക്കാനാണ്. അവനെ കൈക്കൊണ്ട് അവരുടെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവഭക്തന്മാരാകുവാൻ അനുവാദം കൊടുക്കുന്നതല്ല, ദൈവ മക്കളാകുവാൻ അധികാരം കൊടുത്തു. ഹല്ലേലൂയ. ദൈവവും മക്കളും എന്നുള്ളതാണ് ഗോസ്പൽ. മക്കൾ അപ്പൻ അകന്നുപോയി, അപ്പൻ ഒരിക്കലും അകന്നു പോയില്ല. അപ്പൻ എപ്പോഴും മക്കളിലേക്ക് വന്നുകൊണ്ടേയിരുന്നു. അറ്റ് ലാസ്റ്റ് തൻ്റെ മകനെ തന്നെ കൊടുത്ത് ആ അപ്പൻ സ്നേഹിച്ചു. തനിക്കുള്ളത് മുഴുവൻ നൽകി നമ്മെ സ്നേഹിച്ച് തിരിച്ച് വീണ്ടും പഴയ സ്ഥലത്തേക്ക് നമ്മെ നിരപ്പിച്ചു. ദൈവം തന്നോട് ക്രിസ്തുവിലൂടെ ലോകത്തെ നിരപ്പിച്ചു. ആ റെസ്റ്റോറേഷനാണ് സംഭവിച്ചത്. അതാണ് ഗോസ്പൽ. ഇതിനകത്ത് നമുക്ക് റോളില്ല. നമ്മുടെ റോൾ ട്രസ്റ്റ് ജീസസ്. ഹല്ലേലൂയ. ബിലീവ് ജീസസ്. ഹല്ലേലൂയ. എന്താ വിശ്വസിക്കേണ്ടത്? ഹീ ഈസ് ഗുഡ്. നിന്റെ ഏത് മോശം അവസ്ഥയിലും മാറ്റാൻ കഴിയുന്ന ഒരു കാര്യം പറയാം, യേശു നല്ലവൻ. നെവർ ഡൗട്ട് ഹിസ് ഗുഡ്നെസ്. അവൻ്റെ നല്ലവൻ എന്നുള്ളതിനെ ആരും ഒരിക്കലും ഡൗട്ട് ചെയ്യരുത്. നിന്റെ അവസ്ഥകൾ മാറുന്നില്ലായിരിക്കാം, പ്രശ്നങ്ങൾ മാറുന്നില്ലായിരിക്കാം, പക്ഷേ അവൻ നല്ലവനാണ്. ഹീ ഈസ് ഗുഡ്. അത് നിൻ്റെ അകത്ത് ഉറക്കട്ടെ. ആ ഉറപ്പ് ബാക്കിയുള്ള എല്ലാത്തിനെയും മാറ്റും. ഹല്ലേലൂയ. നമ്മുടെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്, നമ്മുടെ ജീവിത അടിസ്ഥാനം എന്ന് പറയുന്നത് ദൈവത്തിന് നമ്മോടുള്ള സ്നേഹമായിരിക്കട്ടെ. നമുക്ക് ദൈവത്തോടുള്ളതല്ല, നാം അവനെ സ്നേഹിച്ചതല്ല, അവൻ നമ്മെ സ്നേഹിച്ചു. ഹല്ലേലൂയ. അവൻ നമ്മെ സ്നേഹിച്ചുകൊണ്ടാണ് നാം അവനെ സ്നേഹിക്കുന്നത്. ചിലർ പറയാറുണ്ട്, എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്, വേറെ ചില ശുശ്രൂഷ സഹോദരനോട് ചോദിച്ചിട്ടുണ്ട് വ്യക്തിപരമായിട്ട്, ഞങ്ങൾ ഒത്തിരി പ്രാർത്ഥിക്കാറുണ്ട്, ഒത്തിരി ഉപവസിക്കാറുണ്ട്, പക്ഷേ ഞങ്ങൾ സൗഖ്യം കണ്ടിട്ടില്ല. ഞങ്ങൾ സൗഖ്യത്തിന് പ്രാർത്ഥിക്കാറുണ്ട്, പക്ഷെ പള്ളിയിൽ ആദ്യമായിട്ട് വരുന്നവനായിരിക്കും, അവൻ വന്ന് മിറക്കിൾ സൗഖ്യവും കൊണ്ട് പോകുന്നതാണ്. സംഭവം ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. നിങ്ങളുടെ സൗഖ്യം നിങ്ങൾ പ്രതീക്ഷ എന്തിൽ നിന്നാണ്? നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമായി, നിങ്ങൾ ഉപവസിച്ചുകൊണ്ട്, നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് അല്ല. അവൻ വെറുതെ വന്നു, അവൻ യേശുവിലേക്ക് നോക്കി, അവൻ യേശുവിൽ ട്രസ്റ്റ് ചെയ്തു, എന്നെ സൗഖ്യമാക്കാനുള്ള അവൻ്റെ കഴിവിൽ ട്രസ്റ്റ് ചെയ്തു. ഹീലിംഗ്, സൗഖ്യം ഒരാളെയും യേശുവിൽ നിന്ന് അകറ്റത്തില്ല, അടുപ്പിക്കുകയുള്ളൂ. ഇവിടെ ഒത്തിരി പേര് പലതരത്തിലുള്ള സൗഖ്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തുള്ളവരാണ്, അല്ലേ? നിങ്ങൾ ഒത്തിരി സൗഖ്യങ്ങളെ കണ്ടവരാണ്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ആ സൗഖ്യം നിങ്ങളെ കർത്താവിൽ അടുപ്പിക്കുന്നതല്ലാതെ അകറ്റുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? ഒരു പടി കൂടെ നിങ്ങൾ ചെയ്ത അടുക്കത്തേ ഉള്ളൂ, ശരിയല്ലേ? സോ ക്രിട്ടിസൈസ് ചെയ്യുന്നവർ ക്രിട്ടിസൈസ് കൊണ്ടിരിക്കും. സൗഖ്യങ്ങൾ അത് ദൈവത്തിൻ്റെ ഒരു സൈൻ ബോർഡാണ്, ശരിയല്ലേ? അത്ഭുതങ്ങളും അടയാളങ്ങളും എന്ന് പറയുന്നത്, നമ്മൾ ഇവിടുന്ന് ട്രിവാൻഡ്രത്തേക്ക് പോകുമ്പോൾ പേ എടുത്തപ്പോഴേക്കും ട്രിവാൻഡ്രം എന്നൊരു ബോർഡ് വെച്ചിട്ട് ആരോ ഉച്ചരിക്കും, അത് ട്രിവാൻഡ്രം ആണോ? ട്രിവാൻഡ്രത്തിലേക്കുള്ള പോയിൻ്റാണ്. സൗഖ്യം എന്ന് പറയുന്നത് അത് യേശുവല്ല എന്ന് വെച്ചാൽ അതല്ല ഡെസ്റ്റിനി, അവസാനം അതല്ല, പക്ഷെ അത് യേശുവിലേക്കുള്ള പോയിന്റിംഗ് ആണ്. എന്നെ സൗഖ്യമാക്കുന്നവരിലേക്കുള്ള, അവനെന്നും ജീവിക്കുന്നുള്ളതിൻ്റെ തെളിവുള്ള ചില പോസ്റ്റുകളാണ്, അല്ലേ? ഓരോ സൗഖ്യങ്ങളും അറ്റസ്റ്റ് ചെയ്യാണ് ഹി ലീവ്സ്, അവൻ ഇന്നും ജീവിക്കുന്നു. യേശുവിന് പിന്നാലെ ഒരു വലിയ ജനക്കൂട്ടം ഫോളോ ചെയ്തു. എന്തുകൊണ്ടാണ്? യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം പറയുന്നു, അവൻ രോഗികളിൽ ചെയ്യുന്ന അടയാളങ്ങളെ കണ്ടിട്ട് ഒരു വലിയ പുരുഷാരം അവൻ്റെ പിന്നാലെ ചെന്നു. ഈ ദിവസങ്ങളിൽ രോഗികളെ ദൈവം സൗഖ്യമാക്കുന്ന അത്ഭുതങ്ങളെ കണ്ട് വലിയ പുരുഷാരം ഓടി കൂടുന്ന കാലഘട്ടമാണ്. ഹല്ലേലൂയ. ഹീലിംഗ് വേവ്സ് ദേശങ്ങളിൽ അലയടിക്കാൻ പോവുകയാണ്. രോഗികൾ കൂട്ടം കൂട്ടമായി സൗഖ്യമാകാൻ പോവുകയാണ്. ഹല്ലേലൂയ. യേശു ഓരോ സൗഖ്യത്തിലൂടെയും ഡെമോൺസ്ട്രേറ്റ് ചെയ്യാണ് തൻ്റെ രാജ്യം ഇങ്ങനെയാണ്. അവിടെ രോഗികളില്ല, അവിടെ സൗഖ്യം മാത്രമേ ഉള്ളൂ. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം അതിന് 23-ാം വാക്യം പറയുന്നു, പിന്നെ യേശു
ഗലീലയിലൊക്കെയും ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് അവരുടെ പള്ളികളിൽ ഉപദേശിക്കുകയും രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുകയും ജനത്തിലുള്ള സകല ദീനത്തെയും വ്യാധിയെയും സൗഖ്യമാക്കുകയും ചെയ്തു. യേശു പ്രസംഗിച്ച് അവസാനിപ്പിച്ചില്ല. പ്രസംഗിച്ചു കഴിഞ്ഞിട്ട് രോഗികളെ സൗഖ്യമാക്കി. പ്രസംഗം കൊണ്ട് നിർത്തരുത്. പറഞ്ഞ കാര്യം പൂർണ്ണമായും ചെയ്യണം. നിങ്ങൾ പോയി സുവിശേഷം പ്രസംഗിക്കുക എന്ന് പറഞ്ഞ് നിർത്തിക്കില്ല. യേശു പറഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു പ്രസംഗിക്കുക, ദൈവരാജ്യം പ്രസംഗിക്കുക. പിന്നെയോ രോഗികളെ സൗഖ്യമാക്കുക, മരിച്ചവരെ ഉയർപ്പിക്കുക, കുഷ്ഠരോഗികളെ സൗഖ്യമാക്കുക, ദുരാത്മാക്കളെ പുറത്താക്കുക. ഇതെല്ലാം അതിൻ്റെ കൂടെ ഉള്ളതാണ്. അതിലൊരിക്കലും വേർതിരിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ഡെമോൺസ്ട്രേഷൻ അതിൻ്റെ കൂടെ വരണം. യേശു പ്രസംഗിക്കുക മാത്രമല്ല, അതിനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുകയും ചെയ്തു. ഒരു വാക്യം കൂടെ വായിക്കാം. മത്തായി 10:1. അനന്തരം യേശു തൻ്റെ 12 ശിഷ്യന്മാരെയും അടുക്കൽ വിളിച്ചിട്ട് അശുദ്ധാത്മാക്കളെ പുറത്താക്കുവാനും സകല ദീനവും വ്യാധിയും പൊറുപ്പിക്കുവാനും അവർക്ക് അധികാരം കൊടുത്തു. യേശു പറയുകയാണ്, തുടർന്ന് പറയുകയാണ് 7-ാം വാക്യത്തിൽ, നിങ്ങൾ പോകുമ്പോൾ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് ഘോഷിപ്പിൻ. 8-ാമത്തെ വാക്യം, രോഗികളെ സൗഖ്യമാക്കുവിൻ. സുവിശേഷം പ്രസംഗിക്കുന്നിടത്ത് സൗഖ്യം മാറ്റിവെക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അത് ദൈവരാജ്യത്തിൻ്റെ ഡെമോൺസ്ട്രേഷനാണ്. എവിടെ ദൈവരാജ്യം ഡിസ്പ്ലേ ചെയ്യുന്നുവോ അവിടെ ശത്രുവിൻ്റെ പ്രവർത്തനങ്ങൾ സ്റ്റോപ്പ് ആവും. ശത്രുവിൻ്റെ പ്രവർത്തനമാണ് രോഗം. അതാദ്യം ഉറപ്പിക്കുക, രോഗം ദൈവത്തിൽ നിന്നുള്ളതല്ല. യേശു പറഞ്ഞു, ഞാൻ വന്നത് സാത്താന്റെ പ്രവൃത്തികളെ അഴിപ്പാനത്രേ. യേശു എന്നിട്ട് എന്ത് ചെയ്തു? രോഗികളെ സൗഖ്യമാക്കി. അർത്ഥം രോഗം അത് ശത്രുവിൽ നിന്നുള്ളതാണ്. ശത്രു അത് എത്ര ചെറുതായാലും, ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, എത്ര ചെറുതായാലും നിസ്സാരമായി കാണരുത്. ചെറിയ തലവേദന നിസ്സാരമായി കാണരുത്. അതിനെ കോംപ്രമൈസ് ചെയ്യരുത്. നിസ്സാരമായി കാണരുത്. ചെറുതല്ലേ, ചെറുതായാലും വലുതായാലും ഒരു തരത്തിലെങ്കിൽ മറുതരത്തിൽ അത് മരണമാണ്. അതിൻ്റെ സോഴ്സ് ശത്രുവാണ്. അവനിടുന്ന ഏത് ചെറിയ വിത്തിനെയും എടുത്ത് കളയണം, വേരോടെ പറിച്ച് കളയണം. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ദർ ഇസ് നത്തിങ് കോൾഡ് നോർമൽ കോൾഡ്. ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ സാധാരണ പറയും, സാധാരണ ചുമ, സാധാരണ ജലദോഷം, സാധാരണ പനി. അങ്ങനെ ഒന്നില്ല, അങ്ങനെ ഒന്ന് ഇല്ല. അത് ഒരു തരത്തിലല്ലെങ്കിൽ മറുതരത്തിൽ നമ്മുടെ ആരോഗ്യത്തിനെതിരെ വരുന്ന ശത്രുവിൻ്റെ ആയുധമാണ്. അതിനോടെന്ത് പറയണം? നോ. എൻ്റെ ആരോഗ്യം ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. ഞാൻ ഒരു രോഗത്തെയും സഹിക്കത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. എപ്പോഴും ഈ മതത്തിൻ്റെ ആളുകൾ, ഞാനിപ്പം പറയുമ്പോൾ അത് നിങ്ങൾ ഒരാളെന്ന് വിചാരിക്കേണ്ട, മതത്തിൻ്റെ ആചാരങ്ങൾ തലയ്ക്ക് പിടിച്ചവർ അവരെപ്പോഴും പറയും, നിങ്ങൾ ഇങ്ങനെ സൗഖ്യമാകാൻ പാടില്ലായിരുന്നു, അത് ചെയ്യാൻ പാടില്ലായിരുന്നു. ചിന്തിക്കരുത്, നോക്കരുത്. ശത്രുവിൻ്റെ ഒരു തന്ത്രത്തെയും വെറുതെ വിടരുത്. അതിനെ അഴിക്കാൻ കിടുന്ന ഒരവസരവും കളയരുത്. ദൈവം നമ്മളെ അയച്ചത് അതിനാണ്, നമ്മളത് ചെയ്യുക. അയച്ച ദൈവം എന്ത് പറഞ്ഞോ അത് ചെയ്യുക. ക്രിറ്റിസിസം വരും, പോവും, നെവർ മൈൻഡ്. ആരെന്ത് പറഞ്ഞോട്ടെ, ചിന്തിക്കരുത്. നമ്മെ അയച്ച കർത്താവ് വിശ്വസ്തനാണ്, അവൻ കൂടെ ഇരിക്കും. ഇനി ആരെങ്കിലും പറയുകയാണ് ദൈവം എന്ന ശിക്ഷയാണ്, ഞാൻ എന്നെ പഠിപ്പിക്കുകയാണെങ്കിൽ നന്നായി പഠിക്കുക, പഠിച്ചുകൊണ്ടേയിരിക്കുക. നിങ്ങൾ കറക്റ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ കറക്റ്റ് ചെയ്യുക. കാരണം ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കുന്നവൻ അല്ല. അപ്പോസ്തല പ്രവൃത്തികൾ 3-ാം അധ്യായത്തിൽ പത്രോസും യോഹന്നാനും 9-ാം മണി നേരത്ത് പ്രാർത്ഥനാ സമയത്ത് അവർ ആ ആലയത്തിലേക്ക് പോയി. അവിടെ ജന്മന മുടന്തനായൊരു വ്യക്തി ഇരിക്കുകയായിരുന്നു. അവർ യേശുവിന്റെ നാമത്തിലൂടെ സൗഖ്യമാക്കി. പെട്ടെന്ന് പള്ളി പ്രമാണി ദേഷ്യപ്പെട്ടു. പള്ളിയുടെ വരാന്തയിൽ കിടന്ന ഇത്രയും കാലം, പക്ഷെ ഇപ്പോഴുണ്ടൊരു അത്ഭുതം നടന്നു. പള്ളിയിൽ പോകുന്നതുകൊണ്ട് ആർക്കും പ്രശ്നമില്ല, പക്ഷെ അത്ഭുതം നടക്കുമ്പോൾ പ്രശ്നം വരും. അടയാളം നടക്കുമ്പോൾ പ്രശ്നം വരും. അപ്പോഴാണ് ജനം സംസാരിക്കാൻ തുടങ്ങുന്നത്. നിങ്ങൾ വിചാരിക്കും, ഓ കുഴപ്പമൊന്നുമില്ല, ശരിയാ, നല്ല പ്രസംഗം, നൈസ് പ്രസംഗമൊക്കെ പ്രസംഗിക്കില്ല, പൊയ്ക്കൊണ്ടിരുന്ന നാട്ടുകാർക്കും പ്രശ്നമില്ല, വീട്ടുകാർക്കും പ്രശ്നമില്ല, ഒരു പ്രശ്നവുമില്ല. യൂട്യൂബിൽ ഏറി കേൾക്കേണ്ട, കല്ലറിയൊന്നും കേൾക്കേണ്ട. പക്ഷേ ഒരു ഹീലിംഗ് ടെസ്റ്റിമണിയുടെ ഒരു വീഡിയോ നിങ്ങൾ പോസ്റ്റ് ചെയ്ത് നോക്ക്. അപ്പോൾ അറിയാം എവിടെ നിന്നൊക്കെ കയറി വരുന്നു, എവിടെ നിന്നൊക്കെ അടി വരുന്നു എന്നുള്ളത്. ശത്രുവിൻ്റെ അപ്പുറത്തിൽ എവിടെ അഴിക്കപ്പെടുന്നുണ്ടോ അവൻ്റെ ആളുകൾ മിണ്ടാതിരിക്കത്തില്ല, അവൻ്റെ ആളുകൾ മിണ്ടാതിരിക്കത്തില്ല. അവനാൽ ബാധിക്കപ്പെട്ടവർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങൾ നെവർ മൈൻഡ് ചെയ്യുക. ആദ്യം താഴോട്ട് വായിക്കുമ്പോൾ അതിൻ്റെ 4-ാം അധ്യായം
8-ാം വാക്യത്തിൽ പത്രോസ് പറയുകയാണ്, പത്രോസ് പരിശുദ്ധാത്മ നിറഞ്ഞവനായി അവരോട് പറഞ്ഞത്, ഈ ബലഹീന മനുഷ്യനുണ്ടായ ഉപകാര നിമിത്തം ഞങ്ങളെ നിങ്ങൾ ചോദ്യം ചെയ്യുന്നുവോ? കണ്ടോ, ഒരു സഹോദരനുണ്ടായ നല്ല കാര്യം, അവനൊരു സൗഖ്യമുണ്ടായതിൽ സന്തോഷിക്കുകയല്ല ചെയ്യുക, പകരം അതിനെ വിസ്തരിക്കുക. ഇതാണ് മതങ്ങൾ ചെയ്യുന്നത്. നമ്മൾ നോക്കേണ്ടത് അവനുണ്ടായ സന്തോഷം, അതിൽ ഫോക്കസ് ചെയ്യുക, അതിന് കർത്താവിന് നമ്മൾ സ്തോത്രം ചെയ്യുക. അവിടെ ഇതിനാണ് ദർ ഇസ് എ ഗുഡ് ഡീഡ് എന്നാണ്. അതായത് ഒരു സൗഖ്യത്തെ ദൈവം കാണുന്നത് നല്ല പ്രവൃത്തിയായിട്ടാണ്, നല്ല കാര്യമായിട്ടാണ്. അവന് വിടുതൽ കൊടുക്കുമ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട്, നമുക്ക് രോഗിയായി കിടന്നവർക്ക് ബിസ്ക്കറ്റ് കൊടുക്കാൻ പറ്റും, ഫുഡ് കൊടുക്കാൻ പറ്റും, മെഡിക്കൽ സപ്ലൈ കൊടുക്കാൻ പറ്റും. പക്ഷെ അതിനേക്കാൾ അപ്പുറം നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട് സൗഖ്യം. അതിനേക്കാൾ വലുത് വേറെയില്ല. ദൈവം ആഗ്രഹിക്കുന്നത് രോഗിയെ കിടക്കുന്നുണ്ടെങ്കിൽ അവനെ സൗഖ്യമാക്കുവാനാണ്. ഹല്ലേലൂയ. ചിലർ പറയും പ്രസംഗിച്ചാൽ മാത്രം മതി, രോഗിക്ക് കൊണ്ട് പ്രാർത്ഥിക്കുന്നു വേണ്ട, രോഗസൗഖ്യമൊന്നും വേണ്ട. ചില പള്ളികൾ അങ്ങനെയാണ്. ഞാൻ പലപ്പോഴത്തും പോയിട്ടുണ്ട്. പലതും പ്രസംഗം കഴിഞ്ഞിട്ട് എനിക്ക് കർത്താവ് പരിശുദ്ധമായി തോന്നിപ്പിക്കും ആർക്കും പ്രാർത്ഥിക്കണമെന്ന്. ഞാൻ അടുത്തിരിക്കുന്ന അവിടുത്തെ ദൈവം ആക്കി വെച്ച വ്യക്തിയോട് ചോദിക്കും, രോഗികൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചോട്ടെ. അല്ല, വേണ്ട വേണ്ട. എത്രയോ സ്ഥലങ്ങൾ ലിമിറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നറിയോ? പക്ഷേ വചനം പറയുന്നതിനെയാണ്. അപ്പോസ്തലപ്രവൃത്തി 8:5 പറയുന്നുണ്ട്, ഫിലിപ്പോസ് ശമര്യ പട്ടണത്തിൽ പോയി ക്രിസ്തുവിനെ പ്രസംഗിച്ചു. ഫിലിപ്പോസ് ശമര്യ പട്ടണത്തിൽ പോയി ക്രിസ്തുവിനെ പ്രസംഗിച്ചു. അടുത്ത വാക്യം, അശുദ്ധാത്മാക്കൾ ബാധിച്ച പലരിൽ നിന്നും അവ ഉറക്കെ നിലവിളിച്ചുകൊണ്ട് പുറപ്പെട്ടു പോയി. അനേകം പക്ഷപാതക്കാരും മുടന്തരും സൗഖ്യം പ്രാപിച്ചു. ദൈവരാജ്യം പ്രസംഗിക്കാൻ പോവാം, അതിനകത്ത് ഡെമോൺസ്ട്രേഷൻ ഉണ്ട്. ഭൂതങ്ങൾ പുറത്താകും. ചിലപ്പോൾ അലറി വിളിച്ചെന്നിരിക്കും. അതൊന്നും നിങ്ങൾ കണ്ട് വേറൊന്നും ചിന്തിക്കേണ്ട. അത് നടന്നില്ലെങ്കിലാണ് അതിശയം, അത് നടന്നിരിക്കണം. ഹല്ലേലൂയ. ഇതൊരു ട്രെയിനിങ് ഗ്രൗണ്ടാണ്. ഇവിടെ നിറങ്ങുന്ന ഓരോരുത്തരും രോഗികളെ സൗഖ്യമാക്കുവാൻ ദൈവം നിങ്ങൾ അയക്കുകയാണ്. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. സ്റ്റേജിൽ നിൽക്കുന്നവരാലോ പ്രസംഗിക്കുന്ന അഭിഷിക്തന്മാരാലോ പാസ്റ്റേഴ്സ് അല്ല, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. നിങ്ങൾ പോയി കൈവച്ചാൽ രോഗികൾക്ക് സൗഖ്യം വരും. കഴിഞ്ഞ കുറച്ച് നാൾക്ക് മുമ്പ് പ്രിയ അമ്മ പോയി ഒരു സഹോദരൻ്റെ മേൽ കൈവച്ചു. അവർ ഒത്തിരി വർഷമായുള്ള പ്രശ്നം സൗഖ്യമായി. ആ രോഗം അവരിൽ മാറി ടെസ്റ്റിമണി വന്ന് കേട്ടതാണ്. അവർക്ക് പ്രത്യേകിച്ച് ബൈബിൾ കോളേജ് ടീച്ചിങ് ഒന്നുമില്ല, അറിയത്തില്ല. അവർക്കൊന്നറിയാം, യേശു സൗഖ്യമാക്കും. എൻ്റെ അകത്ത് യേശുവിനെ മരിച്ചെന്ന് ഉയർപ്പിച്ച അതേ പരിശുദ്ധാത്മാവ് വസിക്കുന്നു. എനിക്ക് സാധിക്കും. ഹല്ലേലൂയ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഒത്തിരി എനിക്കിന്ന് പറയാനുണ്ട് കേട്ടോ. ഇന്ന് പലപ്പോഴും സഭയെ പലർക്കും ട്രസ്റ്റ് ചെയ്യുന്നില്ല, ആരും വിശ്വസിക്കുന്നില്ല. ബൈബിളിൽ ഒരാൾക്ക് രോഗം വന്നാൽ എന്ത് ചെയ്യണമെന്നാണ് പറയുന്നറിയാമോ? യാക്കോബിന്റെ ലേഖനം പറയുകയാണ്, വിശ്വാസികളോട് യാക്കോബ് സംസാരിക്കുകയാണ്. സഭയിലുള്ള വിശ്വാസികളോട് യാക്കോബ് സംസാരിക്കുന്ന ഒരു ഭാഗമുണ്ട്. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായത്തിൽ, നിങ്ങൾ ആരെങ്കിലും രോഗിയായിരിക്കുന്നെങ്കിൽ, അതൊരു അപൂർവ സംഭവം പോലെ ചോദിക്കുന്നത്. ഇന്നിപ്പോൾ അങ്ങനെയല്ല, ഇന്നിപ്പോൾ എല്ലാ രോഗങ്ങളാണ്. ആരെങ്കിലും, ഇഫ് എനിവൺ ഹു ഈസ് സിക്ക്, ആരെങ്കിലും രോഗിയായിട്ടുണ്ടെങ്കിൽ അവർ സഭയിലെ മൂപ്പന്മാരെ വരുത്തട്ടെ. അവർ വന്ന് എണ്ണ തേച്ച് അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ആ പ്രാർത്ഥന അവനെ സൗഖ്യം വരുത്തും. ഇന്ന് പലരും ഇത് സഭയെ അത്രമാത്രം അങ്ങ് മുഖവിലേക്ക് എടുക്കുന്നില്ല, ട്രസ്റ്റ് ചെയ്യുന്നില്ല. കാരണം മറ്റൊന്നല്ല, നമുക്ക് കുറേയധികം മുൻവിധികളുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഏലിയാവിനോട് ദൈവം പറഞ്ഞു, നീ പോയി കെരീത്തോടിന് അടുത്തിരിക്കുക, നിനക്ക് ആഹാരം തരാൻ വേണ്ടി ഞാൻ കാക്കയോട് കൽപ്പിച്ചിട്ടുണ്ട്. വേണമെങ്കിൽ ഏലിയാവിന് പറയാം, കാക്കയോട് പറഞ്ഞിട്ടുണ്ടല്ലോ, എന്നാൽ ഇവിടെ കൊണ്ടുവരാൻ പറ, ഇവിടെ കൊണ്ടുതരാൻ പറ, ഞാൻ അവിടെ പോണേ. ചില സമയത്ത് ചില കാര്യങ്ങളൊക്കെ ദൈവം നമ്മെ ടെസ്റ്റ് ചെയ്യുന്നത് ചില അനുസരണങ്ങളിലൂടെയാണ്. നമ്മൾ ദൈവസേന നമ്മുടെ ചില പിടിമുറുക്കങ്ങൾ, ഭയങ്കരമായിട്ടുള്ള ഒരു എന്താ പറയുക, മുഷ്ടി ചുരുട്ടി പിടിച്ചിരിക്കുന്ന ചില സാധനങ്ങളൊക്കെ നമ്മളൊന്ന് വിടാൻ ആഗ്രഹിക്കും. എലീശ അടുത്തേക്ക് നയമാൻ പോയി. എലീശയോട് പറഞ്ഞു, എന്നെ സൗഖ്യമാക്കണം. എലീശ പറഞ്ഞു, പോയി യോർദാനിൽ 7 പ്രാവശ്യം മുങ്ങിയിട്ട് വാ. അടുത്ത് പറയുന്ന വാക്യം മനോഹരമാണ്. നയമാൻ പറയുകയാണ്, ഞാൻ വിചാരിച്ചു ദൈവമനുഷ്യൻ്റെ അടുത്ത് വന്നിട്ട് ദൈവത്തിൻ്റെ നാമം സൗഖ്യമാകാമെന്ന് പറഞ്ഞ് കൈ ഇങ്ങനെ ആക്കുമ്പോൾ ഞാൻ സൗഖ്യമാകുമെന്ന് ഞാൻ കരുതി. നിങ്ങൾ കരുതുന്ന പോലല്ല ദൈവം പ്രവർത്തിക്കുന്നത്. ഹല്ലേലൂയ. യോർദാനിൽ പോയി 7 പ്രാവശ്യം മുങ്ങാൻ പറഞ്ഞു. യോർദാൻ നദിയിൽ പോയി മുങ്ങി. യോർദാൻ നദിക്ക് യാതൊരു പ്രത്യേക പവറില്ല, ആ വെള്ളത്തിന് പ്രത്യേക ശക്തിയില്ല. ശക്തി ഉണ്ടായിരുന്നെങ്കിലോ ആദ്യത്തെ മുങ്ങലിൽ തന്നെ സൗഖ്യമായാണ്. ഇതാ നദിയുടെ ശക്തിയല്ല, അനുസരണത്തിൻ്റെ ശക്തിയാണ്. ദൈവം കാര്യങ്ങൾ പറയുമ്പോൾ അത് മുൻവിധി കൂടാതെ അനുസരിക്കുക എന്നുള്ളത് അനുഗ്രഹത്തെ കൊണ്ടുവരും. എന്തുകൊണ്ട്? എനിക്ക് എൻ്റെ സ്ഥലത്ത് ഇഷ്ടംപോലെ നല്ല നദികളുണ്ട്, ഇതിനേക്കാൾ വലുത്, ഇതിനേക്കാൾ സീക്രട്ട്, ഏറ്റവും മനോഹരമായത്, ഒഴിവുകൾ 1000 പറയാനുണ്ടായിരുന്നു.
നയമാനോട് കൂടെ നാള് ഇത്തിരി നല്ലവനായതുകൊണ്ട് ദൈവമായിട്ടുള്ള ബന്ധമുള്ള മനുഷ്യനായതുകൊണ്ട് പറഞ്ഞു കൊടുത്തു, ഈ ഒരു ചെറിയ കാര്യമല്ലേ പറഞ്ഞുള്ളൂ. ദൈവം പറഞ്ഞൊക്കെ സിമ്പിളായിരിക്കും, പക്ഷെ നമുക്കത് സിമ്പിൾ ചെയ്യാനാണ് പാട്. ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ രോഗം സൗഖ്യമാകാൻ വേണ്ടി മല കയറാൻ പറഞ്ഞാൽ നിങ്ങൾ കയറും, മുട്ടി കയറാൻ പറഞ്ഞാൽ മുട്ടയെ കയറും. പക്ഷെ വിശ്വസിക്കാൻ പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല. ജസ്റ്റ് ബിലീവ്. അല്ലെങ്കിൽ ചർച്ചിലോട്ടൊന്ന് പോകാന്ന് പറഞ്ഞാൽ വരത്തില്ല. കാരണം സിമ്പിളല്ലേ. ദൈവം പറഞ്ഞത് എപ്പോഴും സിമ്പിളായിരിക്കും, പക്ഷേ ഇറ്റ് വിൽ ബി പവർഫുൾ. കാരണം അനുസരണം അനുഗ്രഹത്തെ കൊണ്ടുവരും. നയമാൻ കംപ്ലീറ്റ് ആയിട്ട് സൗഖ്യമായി. നമ്മുടെ ദൈവത്തിൻ്റെ വചനം എന്ത് പറയുന്നോ അതിന് നമ്മൾ ഹംബിളാകുക, വിനയപ്പെടുത്തുക. ഹല്ലേലൂയ. നമ്മൾ സൗഖ്യത്തെ കാണും. ഞാൻ വീട്ടിൽ നിന്ന് പാടിച്ചാലും സൗഖ്യം വരൂലേ? വരും. പക്ഷേ ബൈബിളിൽ ദൈവം ചില സിസ്റ്റംസും ചില പ്രിസെറ്റ്സും വച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. നമ്മൾ അന്യോന്യം, ആരും വലുതും ചെറുതുമല്ല, അന്യോന്യം ബഹുമാനത്തിൽ സ്നേഹത്തിൽ മറ്റുള്ളവനെ തന്നെക്കാൾ ശ്രേഷ്ഠനായി കാണണമെന്നാണല്ലോ. നമ്മുടെ അനുഗ്രഹം വേറെ ആരുടെയും കരത്തിലായിരിക്കാം. അത് നമ്മളെ ചിലപ്പോൾ നമ്മുടെ വിനയത്തെ ദൈവം ഒന്ന് നമ്മളെ ഷെയ്പ്പ് ചെയ്യാനാവാം. നമ്മോട് ഒട്ടും ചില ആൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദൈവം പറയുമ്പോൾ മടിക്കണ പ്രാർത്ഥിച്ചോ. യോബ് അവരെ കൂട്ടുകാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവൻ്റെ സ്ഥിതിക്ക് മാറ്റം വരുത്തിയതാണ്. ചിലപ്പോഴൊക്കെ നമുക്ക് ചില ബുദ്ധിമുട്ടായിരിക്കും. അപ്പനോട് പിണങ്ങിയിരുന്ന പിന്നെ മിണ്ടത്തില്ല, പോയി മിണ്ട്, നിന്റെ അത്ഭുതത്തിൻ്റെ താക്കോൽ അവിടെ ആയിരിക്കും. സഹോദരനോട് പിണങ്ങി കുറേ ആലിരിപ്പുണ്ടാവും, പക്ഷെ അവിടെ ആയിരിക്കും നിന്റെ അത്ഭുതത്തിൻ്റെ ബ്ലെസ്സിങ്ങിൻ്റെ താക്കോലിരിക്കുന്നത്. ശത്രു അടച്ചു വെച്ച പല ബ്ലെസ്സിങ്സും ഓപ്പൺ ആവണമെങ്കിൽ നമ്മളിതിൽ ചില കാര്യങ്ങളൊന്ന് വിട്ടുവീഴ്ചകൾ ചെയ്യണം. അവിടെ അത്ഭുതം കൊണ്ടുവരും. ഹല്ലേലൂയ. സഭയിലെ മൂപ്പന്മാരെ വരുത്തട്ടെ, അവർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ എന്നാണ് യാക്കോബ് പറയുന്നത്. ഞാൻ ഒരു കീ കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. നമുക്കൊരു അത്ഭുതത്തെ കാണണമെങ്കിൽ, നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഒരു വലിയ പർവ്വതം മാറിപ്പോണമെങ്കിൽ ആ പർവ്വതത്തെ ആദ്യം നിസ്സാരമായി കാണാൻ നമ്മൾ പഠിക്കണം. ക്യാൻസർ നിങ്ങൾക്ക് ഭയങ്കര വലുതാണെങ്കിൽ നിങ്ങൾ ആ ക്യാൻസർ മാറുന്നത് കാണത്തില്ല. ഒരു സാധനം എപ്പോഴാണ് വലുതാകുന്നേ? ഒരു ഉദാഹരണം പറയാം. ഇതിപ്പോൾ ഒരു ബൈബിളാണ്, ചെറിയ സൈസ്. മോനെ ഒരു ഓക്കെ, ഈ ഗ്ലാസ് എപ്പോഴാണ് ചെറുതാവുന്ന അറിയാവോ? ഇതിനേക്കാൾ വലിയൊരു ഗ്ലാസ് എൻ്റെ കൈ വരുമ്പോഴേ ചെറുതാവത്തോ. ഒരു ഗ്ലാസ് എപ്പോഴാണ് ചെറുതാവുന്നേ? അതിനേക്കാൾ വലിയൊരു ഗ്ലാസ് കയ്യിൽ വരുമ്പോഴാണ്. പ്രശ്നം എപ്പോഴാണ് ചെറുതാവുന്ന അറിയാവോ? ആ പ്രശ്നത്തൊക്കെ വലുതായ ഒരാൾ നിങ്ങളുടെ ജീവിതം ഇടപെടുമ്പോഴാണ് പ്രശ്നം ചെറുതാകുന്നത്. ക്യാൻസർ എപ്പോഴാണ് വലുതായിരിക്കുന്നത് അറിയാവോ? നിങ്ങൾക്ക് ക്യാൻസർ മാത്രമേ അറിയത്തുള്ളൂ, അതിനൊക്കെ വലുതൊന്നും അറിയത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? സിമ്പിൾ അല്ലേ? ക്യാൻസർ ഒത്തിരി അറിവാണ്. ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടുണ്ട്, ചാറ്റ് GPT നോക്കി അറിയാൻ പറ്റും, അവിടെ നോക്കി അറിയാൻ പറ്റും. മെഡിക്കൽ റിപ്പോർട്ട്സ്, കഴിഞ്ഞകാല അനുഭവങ്ങൾ, TV മാധ്യമങ്ങൾ, എല്ലാ അറിവുമുണ്ട് ക്യാൻസറിനെ കുറിച്ച്. അതുകൊണ്ട് ക്യാൻസർ വലുതാണ്, അറിവും വലുതാണ്, ക്യാൻസറും വലുതാണ്. ദൈവത്തെക്കുറിച്ച് അറിവ് ഇല്ല, ഇത് വായിക്കൂല, പഠിക്കൂല, കേൾക്കൂല. ദൈവത്തെ അറിഞ്ഞും കൂടാ. ദൈവം ചെറുതാണ്. നമ്മൾ എന്തിനറിയുന്നോ അതാണ് വലുതായിരിക്കുന്നത്. ആദ്യം ചെയ്യേണ്ടത് ആ വലുതായിരിക്കുന്ന സാധനത്തെ നിസാരമായി കാണാൻ പഠിക്കണം. നിങ്ങൾ സംശയം ഉണ്ടെങ്കിൽ ദാവീദിനോടും യോശുവയോടും കാലേബിനോടും ചോദിക്കണം. ദാവീദ് പറഞ്ഞു, എടാ ഗോലിയാത്തെ, നീ എനിക്ക് മുന്നിൽ നീ ചെറുതാ, ബാക്കി എല്ലാവർക്കും വലുതാ, പക്ഷെ ഞാൻ നിന്നെ കമ്പയർ ചെയ്യുന്നത് എൻ്റെ ദൈവമായിട്ടാ. സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ മുമ്പിൽ നീ വെറും ഒരു നായയാണ്, ഒന്നുമല്ലാത്തവനാണ്. അവനെ ദുഷിച്ചുകൊണ്ടാണ് ദാവീദ് അവന് നേരെ പോകുന്നത്. പ്രശ്നത്തെ നിസ്സാരമായി കണ്ടുകൊണ്ടാണ് അവൻ മുന്നോട്ട് പോയത്. ജോശുവയും കാലേബും ബാക്കിയുള്ള എല്ലാവരും 10ഓളം പേര് പറയുകയാണ്, അവിടെ ഇരുന്ന് മല്ലന്മാർ നമ്മളെ വിഴുങ്ങും, ഭയങ്കര പ്രശ്നമെന്ന് പറയുമ്പോൾ അവർ രണ്ടും പറഞ്ഞു, അവിടുത്തെ പ്രശ്നം നമ്മുടെ ദൈവത്തെ ഓർക്കുമ്പോൾ പ്രശ്നമൊക്കെ നിസാരമാടാ, അവിടുത്തെ മല്ലന്മാരൊക്കെ നമുക്ക് ഭക്ഷണമാണ് എന്ന് പറഞ്ഞെടുത്താണ് അവരുടെ വിജയം. നിന്റെ ശരീരത്തിരിക്കുന്ന മുഴ, നിന്റെ ശരീരത്തിരിക്കുന്ന പ്രശ്നം, നിന്റെ ക്യാൻസർ, നിന്റെ പ്രശ്നം എന്തോ ആയിക്കോട്ടെ, അതിനെ ദൈവവുമായി താരതമ്യം ചെയ്തിട്ട് പറ, ചെങ്കടലിനെ പിളർന്ന ദൈവത്തിന് എൻ്റെ ചെറിയ പ്രശ്നം മാറ്റാൻ ഒരു വിഷയവുമില്ല. പരിശുദ്ധമായ ചില കാര്യം സംസാരിക്കുമ്പോൾ ചിലപ്പം അത് വലിയ നമുക്ക് ബുദ്ധി കൊണ്ട് ബ്ലണ്ടർ തോന്നിയാൽ വിളിച്ചു പറയണം. ഞാൻ കഴിഞ്ഞ മൈസൂർ മീറ്റിങ്ങിൽ പോയപ്പോൾ അവിടെ ഒരു സഹോദരനെ മുന്നിലേക്ക് വന്നു, അവരമ്മ മുന്നിൽ വന്നു. അതിനു മുമ്പ് ഒത്തിരി സ്വപ്നങ്ങളുടെയും പ്രവചനങ്ങളുടെയും ദൈവം സംസാരിച്ച ചില കാര്യങ്ങളുമായിട്ട് കണക്ഷൻ എൻ്റെ മനസ്സിൽ കിടക്കുന്നുണ്ടായിരുന്നു. ഒരിക്കലും ഒരു സഹോദരി ഒരു സ്വപ്നം കണ്ടു. നമ്മുടെ ശുശ്രൂഷയ്ക്കകത്ത് ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദൂതൻ ഇങ്ങനെ ഒരു പാത്രത്തിൽ കുറേ ഇന്റേണൽ ഓർഗൻസ് വെച്ചുകൊണ്ട് നിൽക്കുക. അതായത് കിഡ്നി, അതുപോലുള്ള ലിവർ, പല സാധനം വെച്ചുകൊണ്ട് നിൽക്കുക. എന്നിട്ട് ആ ദൂതൻ എന്താ ചെയ്യുന്നറിയാവോ? അതാണ് എൻ്റെ സ്പെസിഫിക് പോയിന്റ്. ശുശ്രൂഷിക്കുന്ന ആളുടെ വായിലേക്ക് ഈ സാധനങ്ങൾ എടുത്ത് വെച്ചു കൊടുക്കും. ഈ മനുഷ്യൻ
സംസാരിക്കുമ്പോൾ അത് ആ വ്യക്തിയിൽ ഉണ്ടായി വരും. എന്തുകൊണ്ടാണ് ദൂതൻ നേരിട്ട് വയ്ക്കാത്തേ? ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ ശുശ്രൂഷ ചെയ്യാൻ ദൂതന്മാരല്ല ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത് നമ്മയാണ്. നമ്മുടെ നാവ് ഉപയോഗിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ അത് ക്രിയേറ്റ് ചെയ്യാൻ അവർ സഹായിക്കും. ഞാൻ ലിറ്ററലി കണ്ടു, മൈസൂർ മീറ്റിങ്ങിനകത്ത് വെച്ചിട്ട് ഒരു ആൻറ്റി വന്ന് ഫ്രണ്ടിൽ നിന്നിട്ട് പറഞ്ഞു, എൻ്റെ ഒരു കിഡ്നിയെ സർജറി വഴി റിമൂവ് ചെയ്തു, ഇപ്പോൾ ഒരു കിഡ്നിയേ ഉള്ളൂ. എനിക്ക് എന്താ ചെയ്യണമെന്ന് അറിയത്തില്ല, എന്താ പ്രാർത്ഥിക്കേണ്ടത് അവർക്ക് വേണ്ടി എനിക്കറിയത്തില്ല. ഞാൻ വായി തുറന്നപ്പോൾ എൻ്റെ നാവിലൂടെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറഞ്ഞു, പുതിയ കിഡ്നി ഉണ്ടായി വരട്ടെ. എൻ്റെ ബുദ്ധിക്ക് ഒതുങ്ങാത്തതാണ്, ബുദ്ധി കൊണ്ട് ചിന്തിച്ച് എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷെ ഞാൻ ലൈവായിട്ട് കണ്ടു ആ ആൻറ്റിയിൽ ഒരു ഡിവൈൻ സർജറി നടക്കുന്നത്. പരിശുദ്ധം അവർ എടുത്തുകൊണ്ട് പോയി, അവർ സൗഖ്യമാവുന്നതും കണ്ടു. അവർ എഴുന്നേറ്റ് വന്ന പുതിയൊരു വ്യക്തിയെ എഴുന്നേറ്റ് വരുന്നത് കണ്ടു. ഇറ്റ് ഈസ് പോസിബിൾ. അവർ ജീസസ് ലൈവ്സ്. നമ്മുടെ ദൈവം യേശു ഇന്നും ജീവിക്കുന്നു. അത്ഭുതങ്ങളെ ചെയ്യുവാൻ അവൻ ഇന്നും ശക്തനാണ്. നമ്മുടെ തെറ്റിദ്ധാരണകൾ മാറട്ടെ. സൗഖ്യം ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. പ്രശ്നങ്ങളെ നിസ്സാരമായി കണ്ടിട്ട് വലിയവനായ ദൈവത്തിലേക്ക് ഫോക്കസ് ചെയ്യും, അവൻ്റെ ശക്തിയിലേക്ക് ഫോക്കസ് ചെയ്യും. പ്രശ്നങ്ങളൊക്കെ നിസ്സാരമായി കുഞ്ഞായി മാറിപ്പോകുന്നത് കാണാൻ പറ്റും. നിങ്ങളെ വർഷങ്ങളായി എത്ര വർഷം കൊണ്ട് അലട്ടുന്നതായിക്കോട്ടെ, 18, 20, 30, 50 വർഷം കൊണ്ട് അലട്ടുന്ന പ്രശ്നമായിക്കോട്ടെ, അതിനെ ഇന്ന് സമാപ്തി വരുത്തുവാൻ കർത്താവ് റെഡിയാണ്. പരിശുദ്ധാത്മാവ് തയ്യാറാണ്. എത്ര വർഷമായിക്കോട്ടെ. ഞാൻ ഇന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് പറഞ്ഞു, ഉദരത്തിനകത്തുള്ള ചെറിയ കുരുക്കൾ പോലുള്ള സംഭവങ്ങളെ കർത്താവ് സൗഖ്യമാക്കും. ഉദരത്തിനകത്തുള്ള അത് മുഴയായിക്കോട്ടെ, കുഞ്ഞു കുഞ്ഞു കുരുക്കുകളായി എന്ന് പറയാം, കുരുക്കൾ, കുഞ്ഞു അത്തരത്തിലുള്ള അവസ്ഥയെ കർത്താവ് സൗഖ്യമാക്കുമെന്ന് പറയും. ഹല്ലേലൂയ. എന്നെ ഓൺലൈൻ കേൾക്കുന്നവരായിക്കോട്ടെ, നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ആയിരിക്കുന്നുണ്ടെങ്കിൽ പരിശുദ്ധം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ സൗഖ്യത്തെ നിങ്ങളുടെ ശരീരത്തിൽ മാനിഫെസ്റ്റ് ചെയ്യാൻ ഇടയായി തീരട്ടെ. പരിശുദ്ധാത്മാവിന് സ്ഥലങ്ങൾ, ദൂരങ്ങൾ വിഷയമല്ല. ഏത് സ്ഥലത്തും എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്, ഫോണിലൂടെ വിളിച്ച് സംസാരിച്ച് പ്രാർത്ഥിച്ചിട്ട് കിഡ്നി റീക്രിയേറ്റ് ചെയ്യപ്പെട്ട സാക്ഷ്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ദൈവത്തിന് ദൂരം പ്രശ്നമല്ല. അത്ഭുതങ്ങളെ ചെയ്യുവാൻ നമ്മുടെ നാവിനെ ഉപയോഗിക്കും. നമ്മുടെ വാക്കുകൾ അവൻ വചനം അയച്ച് സൗഖ്യമാക്കുന്ന യഹോവയത്രേ. ഈ ദിവസങ്ങളിൽ കഥ നമുക്ക് തരുന്ന ചിന്ത ഇങ്ങനെയാണ്, അവൻ ഭയങ്കരമായ ഹീലിങ്സിനെ നമ്മുടെ മധ്യേ ചെയ്യുവാനായി പോകുന്നു. ഈ ദേശത്തും ചുറ്റുമുള്ള സ്ഥലങ്ങളിൽ ചെയ്യുവാനായി പോകുന്നു. അതുകൊണ്ട് പരിശുദ്ധമായ ചിന്ത പ്രകാരം നമ്മൾ ഈ ദിവസങ്ങളിൽ പല ഹീലിംഗ് ക്രൂസൈഡുകൾ പല സ്ഥലങ്ങളിൽ നമ്മൾ സംഘടിപ്പിക്കാനായിട്ട് പോവാം. മൾട്ടിറ്റ്യൂഡ് വലിയ ജനക്കൂട്ടം ദിവസങ്ങൾ സൗഖ്യമാകാൻ പോവുകയാണ്. പരിശുദ്ധാത്മാവ് വലിയ കാര്യങ്ങൾ നമ്മുടെ മധ്യേ ചെയ്യുവാനായി പോവുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ഇഷ്ടമാണ് സൗഖ്യം. ദൈവം നിങ്ങൾക്ക് സൗഖ്യമാക്കാനുള്ള അധികാരവും തന്നിരിക്കുന്നു. ഒരിക്കലും ഒന്നും നിങ്ങൾക്കെതിരെ നിൽക്കത്തില്ല. സൗഖ്യം ദൈവത്തിൻ്റെ ഇഷ്ടമാണ്, രോഗം അവൻ്റെ ഇഷ്ടമല്ലത്. ഒരിക്കലും അവൻ രോഗം തരുന്ന ദൈവമല്ല. ഹല്ലേലൂയ. ഈ തിരിച്ചറിവിൽ നിന്ന് മുന്നോട്ട് പോവുക. ഒരു രോഗത്തോടും കോംപ്രമൈസ് ചെയ്യരുത്, ഒന്നിനെയും സഹിക്കരുത്. ആ രോഗത്തെ അപ്പോൾ തന്നെ ശത്രുവിനെ പുറത്താക്കി യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറാൻ കൽപ്പിക്കുക. അവൻ്റെ അടിപ്പിണരാൽ ഞാൻ സൗഖ്യമായിരിക്കുന്നു വിളിച്ചു പറയുക. ആ സൗഖ്യത്തിൽ നടക്കുക. പ്രിയനേ, നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്ന പോലെ നീ സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇതാണ് കർത്താവിൻ്റെ ഇഷ്ടം. അത് നടക്കുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ.